39,900 കൊടുക്കും. മാത്രമല്ല ഒരു 3 ഡോർ അലമാരയും ഒരു 2 ഡോർ അലമാരയും ഫ്രീ വിത്ത് 5 ഇയർ വാറണ്ടി. 5200 ഡബിൾ കോട്ട് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ അതേ വിലയുള്ള സെയിം കട്ടില് ഫ്രീ ആണ്. അതിനോടൊപ്പം 15 വർഷം ഗ്യാരണ്ടി. 1390 കുക്കർ 100 രൂപ. 23,500 2 ഡോർ അലമാര. ഇതേ ക്വാളിറ്റി തന്നെ ഇതേ ഡിസൈൻ തന്നെ അത് ഫ്രീ കൊടുക്കും. 4,990 3 സീറ്റർ സോഫ കൊടുക്കാൻ പറ്റും. 15 വർഷ ഗ്യാരണ്ടി, റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. 1925 രൂപ ഇഡ്ഡലി ചെമ്പ് 100 രൂപ. ഇതാണ് ഫ്രീ കൊടുക്കണേ. പ്രീമിയം. നമ്മൾ വാങ്ങിക്കുന്നതും ഫ്രീ കിട്ടുന്നതും ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ 33,900 രൂപയുടെ പ്രീമിയം ബെഡ് ഫ്രീ ആണ്. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, ഓഫറുകൾ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും. എനിക്കിത് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, ഞാൻ കൊടുക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. 1,500 കസേര, 3,000 രൂപയുടെ കസേര, 5,900 കസേര. ഓൾ കേരള EMI അവൈലബിൾ ആണ്. 3,990 രൂപ. ഇതിന്റെ റേറ്റാ? റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? റേറ്റ് ഒന്നും കുഴപ്പമില്ല. ഇത് 35,900. ഒപ്പം 33,900 സ്പ്രിംഗ് ബെഡ് ഫ്രീ. 3 ഡോറും 2 ഡോർ അലമാരി ഫ്രീ ഉണ്ട്. ഇതിനും ഫ്രീ ഉണ്ട്. ഫ്രീ ഉണ്ട്. പക്ഷേ ഇത് നിങ്ങളുടെ കസ്റ്റമർ വന്നാൽ ലോകാവസാനം വരെ ഗ്യാരണ്ടി കൊടുക്കും. വീഡിയോ കണ്ടുവരുന്നത് 990 രൂപയുടെ അയൺ ബോക്സ് 2 കൊല്ലം ഗ്യാരണ്ടി 100 രൂപ. 3,990 ദിവാങ്കോട്ട്. അത് കൊടുക്കാന്നുള്ള ഓഫറാണ്, അത് കൊടുത്തിരിക്കും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ന് ഓഫറിന്റെ പെരുമഴ. ഓരോ രാജാവ് ആ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഏത് രാജാവ്? തൊടുപുഴത്തെ ഓരോരോ രാജാവിൻ്റെ അടുത്താണ് കേട്ടോ ചരിത്രം കുറിച്ചുകൊണ്ടുള്ള നല്ല നല്ല ഓഫേഴ്സുമായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കിയല്ലോ. അകത്ത് കയറിനേക്കാളും മുന്നേ ലൊക്കേഷൻ ഉണ്ട്. ലൊക്കേഷൻ പറഞ്ഞല്ലോ, തൊടുപുഴയിലാണ്. എന്നാലും പറയാതാ, വിമല പബ്ലിക് സ്കൂൾ തൊടുപുഴ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് കിങ് വേൾഡ് ഫർണിച്ചർ. ആൾക്കാരെ ഓഫറുകാരനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഫറിൻ്റെ സംഭവങ്ങൾ മേടിക്കാനായിട്ട്. എന്തായാലും ചരിത്രത്തിൽ ഈ പ്രാവശ്യം മൊത്തം കുറിക്കാനുള്ള ഓഫറുകളുണ്ട്. പോവാം. ഇഷ്ടം പോലെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഇതായി പുതിയ വെറൈറ്റി സോഫയും വന്നിട്ടുണ്ട്, രാജാക്കന്മാരുടെ സോഫയും. പിന്നെ ക്ലോക്ക് ഒക്കെ ഇപ്പൊ പുതിയത് വന്നതാണോ? അല്ല, നേരത്തെ ഉള്ളതാണ്. പുതിയ സ്റ്റോക്ക് വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഒരു സ്വാഗതം കിടക്കട്ടെ. എന്തായാലും പുതിയ പുതിയ ഓഫേഴ്സ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓഫർ ഒന്നുമല്ല, അതിനേക്കാളും ഓഫേഴ്സ് ഈ പ്രാവശ്യം നമുക്കൊരു ഞെട്ടിക്കുന്ന ഓഫർ വെച്ചേക്കാം. അതാ പറഞ്ഞു, ഞാൻ ഞെട്ടാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങൾ 400 കമ്പനി ബെഡ് നേരെ ഫ്ലാറ്റ് പകുതി വില. അപ്പൊ 5,200. 5,200. അപ്പൊ അതിനോട് എന്നാ വേണ്ടേ? അപ്പൊ ഒരു കിടക്കാൻ കട്ടിലുണ്ടേ, ഫ്രീ വേണ്ട. അതേ വിലയുള്ള ഒരു കട്ടിൽ അങ്ങ് ഫ്രീ. അപ്പൊ 5,200 കമ്പനി ബെഡ് മേടിക്കുമ്പോ, അതും ഡബിൾ കോട്ട് കമ്പനി ബെഡ് മേടിക്കുമ്പോ അതിനോടൊപ്പം ഒരു കട്ടിൽ ഫ്രീ. അതേ വില വരുന്നു. ശരി. അപ്പൊ ഇനി അത് ക്വാളിറ്റി കുറവാന്നല്ലേ അത് തോന്നുള്ളൂ. 15 വർഷ ഗ്യാരണ്ടി, റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. ഇതാണ് ഈ പ്രാവശ്യത്തെ ഓഫർ. കിടക്കട്ടെ, ഇനി ആരും മോശമെന്ന് പറയുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ 5,200 ഡബിൾ കോട്ട് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ അതേ വിലയുള്ള സെയിം കട്ടില് ഫ്രീ ആണ്. അതിനോടൊപ്പം 15 വർഷ ഗ്യാരണ്ടി, റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. ഈ സംഭവമൊക്കെ എവിടെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് സ്പെഷ്യൽ ഓഫറാണ്. അത് എല്ലാവർക്കും എത്ര പേർക്കും കൊടുക്കും. എത്ര പേർക്കും മുഴുവൻ പേര് ചോദിച്ചാൽ കൊടുക്കും. നമ്മൾ കൊടുക്കും. കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് നമ്മൾ ആരെങ്കിലും വന്നിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യാം, ഞാൻ ഏറ്റെടുക്കും, സാധനം തരും. അതെ, നമ്മൾ സ്വയം നിർമ്മിക്കുന്നത് കൊണ്ട് അത് തന്നെ കാര്യം. നമുക്ക് എത്ര ആൾക്കാർ വന്നാലും നമുക്ക് ചെയ്യാനുള്ള വേറെ കാര്യമുണ്ട്. ആരും ഇനി ഇവിടെ വന്നിട്ട് ഇല്ലാന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാ ചെറിയ കുറച്ച് പേര് നമ്മുടെ കമന്റ് ഇടും. അവിടെ സാധനം ഇല്ലാന്ന് പറയാതിരിക്കാനാ. കേരളം മൊത്തം കൊടുക്കും. കേരളം മൊത്തം. ഇനി അടുത്ത ഓഫർ എവിടെയാണ്? നമുക്ക് ഈ കട മൊത്തം നോക്കുകയാണെങ്കിൽ മൊത്തം ഫർണിച്ചർ കൊണ്ട് നിറഞ്ഞിരിക്കണം. അതിലെന്താ വേണ്ട? കട്ടില്, സോഫ, ചെയർ. നമ്മുടെ ഒരു ഓഫർ കുറച്ച് പേരും കൂടെ കൂട്ടി നീട്ടി തരാമെന്ന് ചോദിച്ചായിരുന്നു. 2,990 ഡബിൾ കോട്ട് കട്ടില്ല വിത്ത് 10 ഇയർ വാറണ്ടി. ആ ഓഫർ നമ്മൾ കൊടുക്കാണ്. കിടക്കട്ടെ. പിന്നെ സോഫയിൽ ഒരു ചരിത്ര മാറ്റം വരുത്താൻ പോവാം. പ്രീമിയം സോഫയ്ക്ക് ഒരു ചരിത്ര മാറ്റം കുറിക്കുവാണ്. എങ്ങനെ? അത് ഇവിടെ മാത്രം കിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ. ഈ സോഫയ്ക്ക് ഒരു വില പറയാം. ഈ സോഫയ്ക്ക് വില പറയാൻ ഞാൻ ആളല്ല, അത് അവര് പറയട്ടെ വില എന്താന്നുള്ളത്. പ്രീമിയം ക്ലോത്ത്, ടാറ്റ സ്പ്രിങ്, ട്രീറ്റഡ് മഹാഗണി വുഡ്, ബാക്ക് നെക്രോൺ. എല്ലാ സ്ഥലത്തും ഒരു 40 രൂപ 45 രൂപ റേറ്റ് ഉണ്ട്. ഇവിടെ എത്രയാ? ഇവിടെ 39,900 കൊടുക്കും. 39,900 കൊടുക്കും. മാത്രമല്ല ഒരു 3 ഡോർ അലമാരയും ഒരു 2 ഡോർ അലമാരയും ഫ്രീ വിത്ത് 5 ഇയർ വാറണ്ടി. അപ്പൊ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പൊ ചെയ്യാൻ പോണത്. അതും 2 ഫ്രീയാ. 3 ഡോർ 2 ഡോർ അലമാര ഫ്രീ. കിടക്കട്ടെ, 5 ഇയർ വാറണ്ടി
5 ഇയർ വാറന്റിയോട് കൂടി കൊടുക്കും. ആ അപ്പൊ സോഫയും 2 കട്ടിലും ടാറ്റ സ്പ്രിംഗ് കേട്ടോ. അടിപൊളി. അപ്പൊ ഇതില് നമുക്ക് ഇപ്പൊ ഈ ഒരു സംഭവം കളർ ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഇഷ്ടമുള്ള കളർ. അപ്പൊ ഇത് നമുക്ക് കോർണർ സോഫയാ വരുന്നത്. അപ്പൊ ഇഷ്ടമുള്ളത്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ കിടക്കല ത്രീ ഡോറും 2 ഡോർ അലമാരി ഫ്രീ. അപ്പൊ അത് കിടക്കട്ടെ. ഇനി അടുത്ത ഓഫർ എവിടെയാ? അടുത്ത ഓഫർക്ക് പോവാം. എന്താ ഇവിടെ ഇരിക്കണേ? ഇതൊരു വെറൈറ്റിയാണ്. ഈ പ്രീമിയം സോഫയാണത്. ഈ സംഭവം ഞാൻ നേരത്തെയും ഇപ്പോഴും ഒരേ ലെവലിൽ പറയണം. ഇതൊരു 79,000 രൂപ വിലയുണ്ട്. ഇനി അന്ന് ഞാൻ പറഞ്ഞ പോലെ ഇത് 35 രൂപയ്ക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. പക്ഷേ ഇത് 79,000 രൂപ. ഈ ലെവലിൽ 35 രൂപ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന് തുണിയുടെ മാറ്റം വരുത്തും. തുണി മാറ്റം വുഡ് മാറ്റം ഒക്കെ വരുത്തും. ഫോമിനെല്ലാം വ്യത്യാസം വരും. പക്ഷേ അത് എന്നോട് കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. ഇത് പ്രീമിയം ലെവലാണ്. ഇത് 79,000 രൂപ വിലയാണ്. 79 രൂപയ്ക്ക് ഞാൻ ഡിസ്കൗണ്ട് തയ്യാറാണ്. ഇതിവിടെ 10,000 ഡിസ്കൗണ്ട് ഉണ്ട്. 10,000 രൂപ ഓഫർ ഉണ്ട്. അപ്പൊ 69,000. ഒപ്പം ഇതിനോടൊപ്പം ഒരു 3 ഡോറും 2 ഡോർ അലമാരി ഫ്രീ ഉണ്ട്. ഇതിനും ഫ്രീ ഉണ്ട്. 3 ഡോറും 2 ഡോറും. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഓഫർ നിങ്ങളുടെ വീഡിയോ കണ്ടു വന്നവർക്ക് മാത്രം. ഇന്നലെ ഇതൊരു 69 രൂപയ്ക്ക് എടുത്തവരുണ്ടാവും. അല്ല 79 69 റേഞ്ചിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല അവർക്ക് 3ഉം 2ഉം പറഞ്ഞിട്ടില്ല. അത് ഇത്ര ടൈം വരെ നമ്മൾ കൊടുത്തിരിക്കും. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഇതിനോടൊപ്പം 3 ഡോർ അലമാരി 2 ഡോർ അലമാരി ഫ്രീ ആയിട്ട് നൽകും. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ കാണിച്ചാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സിക്യൂട്ടീവിന് പോലും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോ കണ്ടുവന്നവരാണ്. അതുകൊണ്ട് ഇത് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പറഞ്ഞാൽ ഇവിടുത്തെ സെയിൽസ്മാൻ ഉണ്ടാവും. അവരോടൊക്കെ ഈ വീഡിയോ അവർ പോലും അറിഞ്ഞിട്ടില്ല നമ്മൾ ഇപ്പോൾ ഓഫർ ഇട്ട കാര്യം. അപ്പം 3 ഡോർ അലമാരിയും 2 ഡോർ അലമാരിയും ഫ്രീ ഉണ്ട്. ഇത് 5 ഇയർ വാറന്റി ഉണ്ട്. പിന്നെ ഈ ഓഫർ അങ്ങനത്തെ സംഭവം അല്ലാത്ത കുറെ സോഫാസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കൊരു ഡിഫറൻസ് ഇത്തോണ്ട് അലമാര ആരും ചെയ്യാത്ത. അതിന് മുന്നേ ഈ സോഫകളൊന്ന് കാണിക്കട്ടെ. നമ്മൾ എല്ലാത്തിനും ഓഫർ കൊടുക്കട്ടെ. ഒരെണ്ണത്തിന് ഇപ്പൊ ഒരാൾ വരുവാണ് അതിന് മാത്രം ഇവിടെ വന്നിട്ടില്ല എന്നല്ല, എല്ലാത്തിനും ഓഫർ കൊടുക്കുവാണ്. എല്ലാത്തിലും ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും 3 ഡോറും 2 ഡോറും ഫ്രീ ഉണ്ട്. അത് ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്രണ്ടിലുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലും ഉണ്ട്. കസ്റ്റമേഴ്സിന്റെ തിരക്കും ഉണ്ട്. കുറച്ച് പ്രീമിയം മോഡൽ നമുക്ക് വിഷു പ്രമാണിച്ച് വന്നിട്ടുണ്ട്. സോഫാസിന്റെ വെറൈറ്റീസ് ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് അൽമാരി ഈ കിടക്കുന്ന അൽമാരികൾ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആ ഡിഫറൻസ് ഒന്ന് നമുക്ക് നോക്കാം. പോവാം. ഇവിടുത്തെ ഓഫർ തീരുന്നില്ല. കളക്ഷൻസും തീരുന്നില്ല. വെറൈറ്റീസും ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും വാൾഡ്രോപ്പിന്റെ അടുത്തേക്ക് കിടക്കാം. ഇത് 3 തരത്തിലടിക്കാം. ഫസ്റ്റ് അടിക്കാം, സെക്കൻഡ് അടിക്കാം, തേർഡ് അടിക്കാം. ഇത് പ്രീമിയം 99 രൂപയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 79 രൂപ അടിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞടിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു 49 രൂപ പിടിക്കാൻ പറ്റും. അതിന് താഴത്തേക്ക് അടിച്ചാൽ ശരിയാവില്ല. അപ്പം ഇത് നമുക്ക് 99 രൂപയാണ്. ഇത് സുഖമുണ്ടല്ലേ? നമ്മുടെ ഇതിന് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ വുഡിനൊക്കെ വ്യത്യാസമുണ്ട്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് തേക്കുട്ടുണ്ട്, ട്രീറ്റഡ് മഹാണി ഉണ്ട്, സാധാ വുഡുണ്ട്. അപ്പം 3 നിർമ്മാണ രീതിയുണ്ട്. 3 വിലയാണ്. 99, 79, 49. അപ്പം 3 റേറ്റായി. തുണി വ്യത്യാസം വരുന്ന അങ്ങനെ. അപ്പം എല്ലാത്തിനൊപ്പം 3ഉം 2ഉം അലമാര ഫ്രീ. ഏത് സോഫയ്ക്കും ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എല്ലാത്തിനും 3, 2 ഡോർ അലമാര ഫ്രീ കൊടുക്കുവാണ്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിഷു കൈനീട്ടം കൊടുക്കുക നമ്മൾ കസ്റ്റമർക്ക്. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നമ്മൾ ഓഫർ തുറന്നു പോവാണ്. എല്ലാവർക്കും സമ്മാനമാണ്. കിങ് വേൾഡ് ഫർണിച്ചറിന്റെ ഏറ്റവും നല്ല സന്തോഷ വാർത്ത അറിയിക്കുക, ജനങ്ങൾക്ക് കൊടുക്കുക നമ്മൾ. വിഷു ഈസ്റ്റർ കഴിഞ്ഞു, ആ ആഘോഷം കഴിഞ്ഞു. പക്ഷെ ആഘോഷം ഇവിടെ തീരുന്നില്ല. ഓഫർ അങ്ങോട്ട് കൊടുക്കും. ആ ഓഫർ വീണ്ടും എന്താണെന്നറിയോ, ഇത് വാങ്ങിക്കുന്നവർക്ക് ഒരു സന്തോഷം കൂടെ വേണം. അവർക്ക് ഹാപ്പി. ഇന്നലെ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇന്നലെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടല്ലോ, ചാലക്കുടി, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു. അയാളവിടെ ലോറി വിളിച്ചു വന്നു. അയാൾ ദുബായിൽ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അയാൾ ലോറിയിൽ വന്നേക്കണം. അയാൾ വണ്ടിയും വിളിച്ചുകൊണ്ട് വന്നേക്കുവാണ്. അപ്പോൾ അയാളോട് പറഞ്ഞു എന്നെ ഭയങ്കര വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ സാധനം എടുത്ത് പാക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു സാറ് തന്നെ വില പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം. ഇത്രയും ദൂരത്ത് നിന്നല്ലേ. ഞാൻ അദ്ദേഹത്തിന് എനിക്ക് കൊടുക്കാൻ വന്ന് ധാരാളം ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അയാൾ അത്രയും പ്രതീക്ഷ, അത്രയും കടകൾ താണ്ടി ഇവിടെ വന്നത്. എന്തോ എന്നിലൊരു എനർജി കണ്ടു എന്നാണ് പുള്ളി പറയുന്നത്. എനിക്കും ഹാപ്പിയായി. ഞാൻ കുറെ ധാരാളം ഗിഫ്റ്റും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിശയിപ്പിക്കുന്ന ഒരു വിലയും കൊടുത്തു. കച്ചവടത്തിൽ ലാഭമല്ല, അദ്ദേഹത്തിന് നമ്മൾ വിശ്വസിച്ച വാക്കാണ്. അതിന് ഉറപ്പ് കൊടുക്കണം, അതിന് ഗ്യാരണ്ടിയാണ് കൊടുത്തേക്കണേ. അത് ലോക അവസാനം വരെ നമ്മൾ ഉള്ളടത്തം കാലം.
മനസ്സിലായോ? അയാൾ ഒരിക്കലും ഈ കാര്യം കൊണ്ട് വേദനിക്കപ്പെടാൻ പാടില്ല. നമുക്ക് കച്ചവടത്തിന്റെ പ്രോഫിറ്റ് അല്ല വലുത്, വിശ്വാസമാണ് അവിടെ ഉണ്ടായത്. ആ വിശ്വാസത്തിന് മൂല്യം കൽപ്പിച്ചുകൊണ്ട് ആ ബിസിനസ്സിന് ധാരാളം സമ്മാനം കൊടുത്ത് അയാളെ സന്തോഷിപ്പിച്ച് വിടുക ചെയ്തു. അപ്പൊ അതുപോലെ സന്തോഷമായിട്ട് നിൽക്കണമെങ്കിൽ ഇതിന് ഏത് സോഫ എടുത്താലും നിങ്ങൾക്ക് 3 ഡോർ അൽമാരിയും അതുപോലെ 2 ഡോർ അൽമാരി ഇത് രണ്ടും ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. എല്ലാത്തിനും ഗ്യാരണ്ടി 5 ഇയർ ഗ്യാരണ്ടി. 5 ഇയർ ഗ്യാരണ്ടി. അപ്പൊ ഒന്നുകൂടി പറയണേ, ഇവിടുന്ന് ഏത് സോഫ എടുത്താലും അതിന് 3 ഡോർ അൽമാരിയും അതൊപ്പം 2 ഡോർ അൽമാരിയും ഫ്രീ ഉണ്ട്. അത് 5 ഇയർ വാറണ്ടി, ഒന്നിനും ന്യൂനതയില്ല. യെസ്. അപ്പൊ കിടക്കട്ടെ. അപ്പൊ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വന്ന് ചൂസ് ചെയ്യാം. നമ്മളൊന്നും മറച്ചു വെക്കുന്നില്ല. നിങ്ങൾ നേരിട്ട് വരിക, ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ചൂസ് ചെയ്യുന്ന പോരാണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇത് എത്തിച്ചു തരുമോ? ഓൾ കേരള ഡെലിവറി. അതും കൂടി പറയാം, ഫ്രീ ഡെലിവറി. പിന്നെ ഒരു കാര്യമുണ്ട്, കസ്റ്റമറോട് ദയവായി ഞാൻ ഒരു കാര്യം പറയാണ്, 2,990 കട്ടിലെടുക്കാൻ കണ്ണൂരും കാസർഗോഡും ഈ പരിസരത്തൊന്നും കൊണ്ടു കൊടുക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കണം. അത് ഡെലിവറി തരില്ല. അപ്പൊ എത്ര രൂപ തൊട്ട്? അങ്ങനെയല്ല, ഇപ്പൊ സോഫ എടുത്തു, നിങ്ങൾ കേരളം മൊത്തം എവിടെയാണ് കൊണ്ടുതരാം. അപ്പൊ 2,990 ഒരു സാധനം കൊടുക്കാൻ തന്നെ നമുക്ക് കഴിയുന്നതാണ് അല്ലല്ലോ. അപ്പൊ അത് ഡെലിവറി ചോദിക്കരുത്. 2,990, 3,990, 4,990 നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് തരാൻ കഴിയുന്ന രീതിയിൽ നമ്മളൊരു ഓഫർ ഇട്ടേക്കണേ. അതെല്ലാം നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കാം. പക്ഷെ അതൊന്നും ഇല്ലയെന്ന് പറയില്ല. പല ഓഫറുകളും ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ വിളിച്ച് ചോദിക്കും, ഈ സാധനം ഇവിടെ ഉണ്ടോ. അങ്ങനെയില്ല, നമ്മുടെ ഇവിടെ ഉണ്ടായിട്ട് തന്നെയാണ് നമ്മൾ ഓഫർ പറയുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊന്നും ഡെലിവറി ചോദിക്കരുത്, നമുക്ക് സാധിക്കില്ല. ഡെലിവറി അല്ല, നിങ്ങൾ നേരിട്ട് വണ്ടി ആയിട്ട് ഇങ്ങോട്ട് എടുത്തോണ്ട് പോവാ. നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെയാണ്, നിങ്ങൾ വന്നങ്ങോട്ട് ഇവിടെ ഇനിയിപ്പം ഒരു പറയാണ് 1 പീസോ 2 പീസോ അങ്ങനെയൊന്നും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് 100 പീസും ആണെങ്കിൽ ചോദിച്ചാൽ തരും. നോന്നുള്ള കാര്യമില്ല. ഞങ്ങൾ ഇവിടുത്തെ മാനുഫാക്ചേഴ്സ്. ഓഫർ കഴിഞ്ഞു പോയിന്നോ, ഓഫർ തീർന്നോ, ഓഫർ കഴിഞ്ഞിട്ടും വിളിച്ചാലും തരും. ഈ വീഡിയോ കാണണം. വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണിച്ചിട്ട് നമ്മുടെ ഒരു ഗുഡ് വില്ലുള്ള മാർക്ക് എന്നറിയോ, നിങ്ങൾ 1 വർഷം മുമ്പുള്ള പരസ്യം കൊണ്ടുവന്നോ, ഞങ്ങൾ ഗ്യാരണ്ടി തരാം. അതുകൊണ്ട് ഞങ്ങളുടെ കസ്റ്റമർ ആരും പരസ്യം കണ്ടിട്ട് വന്നിട്ട് വേദനിക്കപ്പെടാൻ പാടില്ല. അതാണ് നമ്മളെ സംബന്ധിച്ച ഗ്യാരണ്ടി. പലവരും പരസ്യം ചെയ്യുമെന്ന് പറയുന്നു, ഞാൻ വേറെ കടക്കാരല്ല കേട്ടോ. ഇവിടെ വരുമ്പോൾ എന്നോട് ഫോൺ വിളിക്കുക, സാധനം ഉണ്ടോന്ന്. അത് നമ്മുടെ കടയ്ക്കില്ല. നമ്മുടെ കടയിൽ സാധനം ഉണ്ടായിട്ട് ഓഫർ ചെയ്യണം. അത് കൊടുക്കാന്നുള്ള ഓഫറാണ്, അത് കൊടുത്തിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അൽമാരിയെ കുറിച്ച് പറഞ്ഞു. അൽമാര നമ്മൾ പുതിയ മോഡൽ വെറൈറ്റി, പുതിയ രീതികളെല്ലാം മാറ്റി ഒരു വെറൈറ്റി സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാം. സമയത്താണ് ഈ ഒരു സോഫ കണ്ടത്. എന്തായാലും ഇനി അങ്ങോട്ടും കൂടി ഒന്ന് പോവാം, നമുക്ക് പോവാം. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ആ സ്പേസിൽ നിറവ് അൽമാരിയാണ്. അൽമാരിയും ചെയറൊക്കെ നിറച്ചിട്ട് നമ്മുടെ കയ്യിൽ പുതിയ മോഡൽ നമ്മൾ ഇറക്കിയത്. മാർബിൾ ഡിസൈൻ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇതില് പ്രത്യേകത ഹൈറ്റ് ആണല്ലോ. സാധാരണ അൽമാരിയുടെ ഹൈറ്റ് സാധാരണ അൽമാരക്കാൾ കൂടുതൽ ഹൈറ്റ് വരും. വീതി കൂട്ടി പവർ കൂട്ടി അടിച്ചേക്കണേണം. ഏറ്റവും കൂടിയ ബോർഡ്, ഇതിലും വലിയൊരു ബോർഡിന് ഇല്ല. അതായെന്ന് വെച്ചാൽ വീതി കൂടുതലാണ് ഇതിന്. അപ്പൊ ഡോറിന് കപ്പാസിറ്റി ഉണ്ടെങ്കിലല്ലേ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ 5 അടി വീതിയാ, 4 അടിയല്ല 5 അടി. 5 അടി വീതിയിൽ ഏറ്റവും ഉള്ളു കപ്പാസിറ്റി, ഭയങ്കര ഉള്ളു കപ്പാസിറ്റിയാ. ഈ സൈഡ് ആണെങ്കിൽ നമുക്ക് ലോക്കർ സിസ്റ്റം വരുന്നുണ്ട്. ഉള്ളു കപ്പാസിറ്റി കൂടുതലായിരിക്കും. ലോക്കർ പോലെ ഉള്ളു കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ അൾമാരിക്കാള് ഒന്നുകൂടി ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇതിനെ കുറിച്ച് സംശയം പോലും വെക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് വേറൊരു പ്രത്യേകത പറയാനുണ്ട്. സാധാരണ അൾമാരിക്ക് ഇങ്ങനെ പുറത്ത് കാണുന്ന ഡിസൈൻ ഉള്ളിൽ എന്തായാലും ഉണ്ടാവാറില്ല. ഇത് ഉള്ളിലും ഡിസൈൻ ഉണ്ട്. സെയിം ആ ഒരു ഇതിലെ തന്നെ ബോർഡ് അങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞത് ഇതിന് ന്യൂനതയില്ല. ന്യൂനത വരുത്തുമ്പോഴാണ് ഞാൻ പണ്ടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനെ ന്യൂനത വരുത്താം. ഇപ്പം ന്യൂനത വരുത്താന്ന് പറഞ്ഞ ചില ഐഡിയസ് ഇതിനകത്തുണ്ട്. അത് നിർമ്മാണ യൂണിറ്റിൻ്റെ ഒരു ബുദ്ധിയാണ്, അത് ടെക്നിക്കലാണ്. പക്ഷേ ബിസിനസ്സിൽ ടെക്നിക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ മറ്റുള്ളവരെ വിമർശിച്ചാൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് ബിസിനസ്സിൽ തുറന്ന് പറയണമെന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബിസിനസ്സെല്ലാം തുറന്ന് പറയേണ്ടതാണ്. എല്ലാത്തിനും ലാഭം എടുക്കണം. പക്ഷേ എല്ലാ കച്ചവടത്തിനും ലാഭം എടുക്കുന്ന പോലെ അതിൻ്റെ ന്യൂനതയും പറയണം, നല്ലതും പറയണം. അങ്ങനെ കച്ചവടം ചെയ്യുന്നവരാണ് ജനങ്ങളുടെ വിശ്വാസം ഉണ്ടാവുള്ളൂ. 10 കൊല്ലമായാലും അവരെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കാം. അങ്ങനെ ന്യൂനത പറഞ്ഞ് തന്നെ നമ്മൾ ബിസിനസ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഗുഡും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ന്യൂനത എന്ന് പറയുന്നതിന് ആകെ പറയാൻ ഒരു കാര്യമുള്ളൂ എനിക്ക്. ഇത് പവർ വെയിറ്റ് കൂടുതലാണ്. 2ാം നില കെട്ടാന്ന് പറഞ്ഞാൽ പാടാണ്. അപ്പോൾ ഈ ഹൈറ്റ് കൂട്ടിയത് പറഞ്ഞത് അതൊക്കെ നിങ്ങളുടെ വീടിന് പറ്റിയാണോ അനുയോജ്യമാണോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. നിങ്ങളുടെ വീട്ടിൽ വാതിലിൻ്റെ അവിടെ കയറുമോ ഇല്ല, അങ്ങനെയൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന കസ്റ്റമറാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു 39,900 ഏറ്റവും കൂടിയ മോഡലുമാണ്. ഇതിൻ്റെ കൂടെ 23,500 2 ഡോർ അലമാര, ഇതേ ക്വാളിറ്റി തന്നെ, ഇതേ ഡിസൈൻ തന്നെ അത് ഫ്രീ കൊടുക്കും. അപ്പോൾ ഇത്ര അലമാരി ഫ്രീ ഉണ്ട്.
ഇത് പ്രീമിയം ക്വാളിറ്റി ആട്ടോ, എക്സ്ട്രാ പ്രീമിയം ഹൈ ക്വാളിറ്റിയാണ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി കൂടെ എൻ്റെ ഇരിപ്പുണ്ട്. അതായത് ഇച്ചിരി ഹൈറ്റ് കുറയും, 35 സംതിങ്ങിന്. ഇതിന് തന്നെ 35,900 ഉണ്ട്. ഇനി അതിന് കുറഞ്ഞുണ്ട് 25,900. പൊറോട്ട് വരും. 35 താഴത്തേക്ക് പോകുമ്പോൾ 35 താഴത്തേക്ക് പോകുമ്പോൾ ബോർഡിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പ്രീമിയം എക്സ്ട്രാ പ്രീമിയം ഹൈ ക്വാളിറ്റിയാണ്. മറ്റേ എക്സ്ട്രാ പ്രീമിയം ആണ്. പിന്നെ നോർമൽ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിന്റെ ഈ ഹാൻഡിലും കുറച്ച് വ്യത്യാസം, ഹാൻഡിൽ ഇത്തവണ വ്യത്യാസപ്പെടുത്തിയത്. അതിന് പുതിയ മോഡലാണ്. അത് നല്ല വെറൈറ്റി ആണ്, കുറച്ച് സ്ട്രോങ് കൂടുതലാണ്, കുറച്ച് നല്ല. എന്തായാലും ഇത് വില കുറയുന്ന ഭാഗം പറയാം. ഒന്ന് ലോക്ക്, കുറഞ്ഞ ലോക്ക്, ഹാൻഡില്, ഇങ്ങനെ മിറർ, ബോഡിയുടെ ഇത്, ഈ ബോർഡിന്റെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ക്വാളിറ്റി. നമ്മുടെ മാർക്കറ്റിൽ എത്ര തരം ലോക്ക് ഉണ്ട്? ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, ചാത്തൻ സാധനം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് പവറുള്ള സാധനമാണ്, പവർഫുൾ ആണോ ഇത്? അപ്പൊ 3 ഡോർ അൽമാരിയുടെ ഈ ഒരു പവർഫുൾ മേടിക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ 2 ഡോർ അൽമാര ഫ്രീ ഉണ്ട്. അതും സെയിം ഹൈറ്റ്, സെയിം മോഡൽ, സെയിം ക്വാളിറ്റി. അതെ. അപ്പൊ ഇതൊരു അൽമാരി, ഇതിപ്പോ വെറൈറ്റി ഇറക്കിയതാണ്. നോർമലി അൽമാരി എന്ന് പറയുമ്പോ എത്ര വേണം? അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. നോർമൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ 8,900 അലമാരയാണ്. അത് നിങ്ങൾ വാങ്ങിക്കാന്ന് മാത്രം പറയുള്ളൂ, കിട്ടുന്ന അത്ര ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് മൊത്തം അൽമാരി. ഇതൊക്കെ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ പറയണത്. ഇത് കൂടാണ്ട് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ആയിട്ട് പലതരം നമുക്ക് അൽമാരികൾ കാണാൻ പറ്റും. ഇതുപോലെ നമുക്കൊരു 25 സെലക്ഷൻ മാത്രമുണ്ട്. ഇത് പ്ലെയിനിൽ വരുന്നത് അല്ലേ? പ്ലെയിൻ മോഡൽ. ഇത് പ്ലെയിൻ മോഡൽ. നേരത്തെ കണ്ടത് ബോർഡിന് വ്യത്യാസം ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബോർഡ് പ്രീമിയം ആണ്. ഇതിനൊക്കെ എന്ത് റേഞ്ച് ഒക്കെ വരുന്നത്? നമ്മുടെ അതിന്റെ താഴത്തേക്ക് പിടിക്കാം. ഇത് വരുന്നത് 39,900 തന്നെയുണ്ട്. ആ മോഡൽ തന്നെ ഇത്. ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള വില ഒരു താഴത്തേക്കാണ് വരുന്നത്. അത് വന്നിട്ട് ഒരു 25,900 വരെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണിക്കുവോ? അപ്പം ഇവിടെ വന്നിട്ട് ഏറ്റവും ചില നമുക്ക് കാണിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ് കാണിച്ചിട്ട് ഇവിടെ കൂടിയെന്നല്ല പറയണേ. ഏറ്റവും കൂടുതൽ കാണിച്ചിട്ട് അതിൽ നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ താഴത്തേക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ വലുത് തൊട്ട് ചെറുത് വരെ എല്ലാതും നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്തായാലും ഉണ്ട്. ഇത് 3 ഡോർ, അതിനോടൊപ്പം 2 ഡോർ. ഇങ്ങനെയാണ് സെയിം കളറിലല്ലേ? ഒരു റൂമിലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് 2 ഡോർ. ഇത് ഗോൾഡൻ ആണ്. ഇത് ഗോൾഡൻ ഒരുപാട് പേർക്ക് SP സ്പെഷ്യൽ ഐറ്റം ആണ്. അതുണ്ടോ കൊടുത്തിട്ടുണ്ട് SP സ്പെഷ്യൽ. സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യൽ ഐറ്റം ആണ്. ഇവിടെ SB എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ഐറ്റം ആണെന്ന്. അപ്പൊ ഇതും 39,900. ഇതിന്റെ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ സാധനത്തിന്. അതാണ് നമുക്ക് സ്പെഷ്യൽ ഐറ്റം. അപ്പൊ കളേഴ്സ് ചൂസ് ചെയ്യാനും ഉണ്ട്. സെയിം കളർ അതല്ല, സെയിം കളർ വേണമെങ്കിൽ വേറെ കളർ കൊടുക്കും. കളർ മാറ്റിയെടുക്കാം ആഗ്രഹിക്കുന്നു. അതേപോലെ ഇത് 2 ഡോർ ആണ്, സെയിം കളറിൽ തന്നെ. ഇതുണ്ടോ? ഹൈറ്റ് ഉണ്ടോ? ഇതിപ്പോ മുകളിലേക്കൊക്കെ വെക്കണമെങ്കിൽ പണിയില്ല, കുഴപ്പമില്ല. കൈയൊക്കെ എത്തുന്നേ, അത്ര വലിയ പ്രശ്നമൊന്നും ആക്കണ്ട. ഇപ്പൊ ഏത് കളർ വേണം? റെസ്റ്റോറന്റ് വേണം, മറൂൺ വേണം? 25,900 മോഡല്. ഇതാകുമ്പോ അതിനോട് നമുക്ക് 2 ഡോർ ഫ്രീ ഉണ്ട്. സെയിം മോഡൽ. ഇതിന്റെ ഏറ്റവും ലോ ക്വാളിറ്റി എന്ന് പറയുന്നത് 8,900 ആണ്. അത് നമ്മൾ ഗ്യാരണ്ടി ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ എത്ര നാളും ഉപയോഗിക്കാൻ പറ്റുന്നോ അത്ര നാൾ. 8,900 സ്റ്റാർട്ടിംഗ് വാർഡ്രോബിൽ വരുന്നത്. അത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. ഗ്യാരണ്ടി ഉണ്ട്. എത്ര? 5 ഇയർ ഉണ്ട്. 5 ഇയർ ഉണ്ട്. അപ്പൊ ആ കാര്യത്തിന് സംശയമില്ല. അപ്പൊ ഇനി അൽമാരി നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നേരിട്ട് വരാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇതുപോലത്തെ പല സെക്ഷൻസ് തിരിച്ചിട്ടുണ്ട് സംഭവം. ഇത് ബ്രിക്കിന്റെ ഒരു ഡിസൈൻ കേട്ടോ. ഡ്രസ്സിംഗ് ടേബിൾ തന്നെ ബ്രിക്കിന്റെ ഡിസൈനാ വരുന്നത് കേട്ടോ മൊത്തം. അപ്പൊ എന്തായാലും ഓവറോൾ ഇഷ്ടപ്പെട്ടു. എല്ലാ 3 ഡോറിനൊപ്പം 2 ഡോർ അൽമാര ഫ്രീ. എല്ലാം 3 ഡോറിനൊപ്പം 2 ഡോർ അൽമാരി ഫ്രീ. പിന്നെ കറങ്ങാണെങ്കിൽ കുറെ ഉണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ അതെ, ഇത് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഉണ്ട്. അപ്പൊ വന്ന് നേരിട്ട് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വെറൈറ്റി ഡിസൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ മോഡൽസ് വന്നിട്ടുണ്ട് പല രീതിയിൽ. ഇതിപ്പോ 2 ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻ. ഓക്കെ, അപ്പൊ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി അടുത്ത ഓഫറിലേക്ക് പോയാലോ? അടുത്ത ഓഫറിലേക്ക് പോവാം. ഈ അൽമാരിയുടെ ഇടയിൽ കുറെ ചെയറുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇത് കട്ടിലും ഇരിക്കില്ല. കട്ടിലുണ്ട്. ഇത് ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർത്തത്, ഈ കട്ടിലിനെ കുറിച്ചൊന്നും നമുക്ക് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ. എല്ലാരും ഫ്രണ്ട് സൈഡാ കാണിക്കുന്നത്, നമ്മൾ ബാക്ക് സൈഡാ കാണിക്കുന്നത്. ഇതിപ്പോൾ ബാക്ക് സൈഡ് നമുക്ക് പറഞ്ഞ് കാണിച്ചു തരാൻ വേണ്ടി ഒരുപാട് കസ്റ്റമർ, ഒരുപാട് പേര് ഈ കട്ടിലെടുക്കുന്നതിലുള്ള പ്രയാസം ഇതുകൊണ്ടാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയ ക്ലാസ് കൊടുക്കാം എല്ലാവർക്കും. ഈ കട്ടിൻ്റെ പുറം ഭാഗം ഇപ്പോൾ വെച്ചേക്കണത്. ഈ കട്ടിലിന് സാധാരണ കട്ടിലിൻ്റെ 2 കട്ടിലുണ്ട്. അതായത് ഇതിന് ചെടിയെന്നാണ് ഞങ്ങൾ പറയണത്, നിലമ്പൂരൊക്കെ പറയുന്നത് ചെടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് 1 ഡബിൾ ഉണ്ട്. അപ്പോൾ ഡബിൾ 1 ഉണ്ട്. ഇതിൻ്റെ ഇവിടെയുള്ള ഈ ചട്ടമില്ല ഇവിടെ, അതിനൊക്കെ കണ്ട കട്ടി കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അത് ഇച്ചിരി സ്ട്രോങ് ബോഡിയാണ്. ഈ ഫ്രണ്ട് കാണുന്ന പോലെ തന്നെ ബാക്കും അതുപോലെ
ചെയർ അങ്ങോട്ട് വീഴില്ല. ഓക്കെ ഇതിന്റെ ബാക്കി എടുത്തേ, ക്ലാരിറ്റി മനസ്സിലായി. ഫുള്ള് തേക്കാണത്, പലക ബാക്ക് വശമൊക്കെ തേക്കാണ്. ആരും പ്രയാസപ്പെടണ്ട. പക്ഷെ ഇതിന് വിലയുണ്ട്. ആ രണ്ട് കാര്യം ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഒന്ന്, ഇതിന് ക്വാളിറ്റി ഉണ്ട്, വിലയുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടെ എടുത്തോ. ആ ഇഴയുടെ വണ്ണം ക്വാളിറ്റി കേട്ടോ. അത് കിങ്ങും ഇത് ഫാമിലിയാ. ഇനി ഇതിൻ്റെ ഒരു ന്യൂനതയും പറയാന്ന് വെച്ചാൽ ഇത് നല്ല ക്വാളിറ്റിക്ക് നല്ല വില വരും. അതിൽ കൃത്രിമം ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ കസ്റ്റമറുടെ അടുത്ത് കുത്തി പോകുന്നു, അതൊക്കെ പറയുന്നത് തന്നെ ക്വാളിറ്റി കുറഞ്ഞിട്ടാണ് വില പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു നിസ്സാര വിലയുടെയൊക്കെ എടുത്താൽ കുത്തും. ഇപ്പോൾ ഞാൻ 15 കൊല്ലം ഗ്യാരണ്ടി കൊടുത്തെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഒരു ബിസിനസ്സിൽ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായുള്ള ഓഫർ കൊടുക്കുന്നതാണ്. അത് നിരുത്സാഹപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് കുത്തത്തില്ല. അത്രയും കട്ടിക്കുട്ടി നമ്മൾ കാതലെടുക്കുന്ന സംബന്ധം കസ്റ്റമർക്ക് കൊടുക്കാൻ കുത്തണ സംഭവം ഉണ്ട്, നമ്മുടെ കയ്യിലും ഉണ്ട്. അപ്പം ഒരു 5 കൊല്ലം കഴിയുമ്പോൾ കുത്തും. അപ്പം അതിന് വില അത്രേ ഉള്ളൂ. അത് നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കും. അല്ല, ഞാൻ ആരോടും ഞാൻ അന്നും ഇന്നും എൻ്റെ ഒരു പോളിസി ഉണ്ട്. ഞാൻ നല്ലതിന് മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ, ന്യൂനതയ്ക്ക് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. അപ്പോൾ ഇത് ന്യൂനത ഇല്ലാതെ എടുത്ത സാധനം. ഇതിന് ലൈഫ് ലോങ് ആ ഗ്യാരണ്ടി. ഈ ലോകം എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഗ്യാരണ്ടി. മറ്റത് 5 കൊല്ലോ 10 കൊല്ലോ നിങ്ങൾ എത്ര കാലം ഉപയോഗിക്കുന്നോ അത്ര ഉപയോഗിക്കാം. അതിൻ്റെ പരാതിയോ അതിൻ്റെ പരിഭവങ്ങളോ അത് പോയിന്നോ ഒന്നും പറഞ്ഞു വരരുത്. ഇതാണെങ്കിൽ പറഞ്ഞു വരാനില്ല, ലൈഫ് ലോങ് ആണല്ലോ. അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ ഏതിനാ ഗ്യാരണ്ടി കൊടുക്കേണ്ടത്? ലൈഫ് ലോങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേത് ഗ്യാരണ്ടി കൊടുത്തിട്ട് കാര്യമില്ല. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ അത് വിശ്വാസം പോകൂലേ? അപ്പോൾ അതിന് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം ഇവിടെ പറയുന്നില്ല. നിങ്ങളത് പോകുമെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ, ഞാൻ ഒരു മഹാഗണിയുടെ കട്ടിൽ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുത്തിപ്പോകുമെന്ന് പറഞ്ഞു. എനിക്കറിയാം ഒരു 5 കൊല്ലം കഴിഞ്ഞ് കുത്തുമെന്ന്. പിന്നെ ഞാൻ എന്തിനാ കുത്തല്ല എന്ന് പറയണേ? അപ്പോൾ ആ കസ്റ്റമർ മേടിക്കാതെ പോയി. എനിക്കത് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കച്ചവടത്തിൽ ഞാൻ കുത്തുമെന്ന് പറഞ്ഞ് തരുവുള്ളൂ. അപ്പോൾ വില കുറഞ്ഞാൽ കുത്തും, കുത്താതിരിക്കണമെങ്കിൽ ക്വാളിറ്റി കൊടുക്കണം. ക്വാളിറ്റിക്ക് കൊടുത്താൽ എനിക്ക് നിങ്ങളോട് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. അപ്പം വില കുറയുമ്പോൾ ന്യൂനതയുണ്ട്, അത് കട്ടിലായാലും എല്ലാത്തിലായാലും. പക്ഷേ ഇത് കുത്തത്തില്ല, ഇത് പ്രീമിയം ക്വാളിറ്റിയിലാണ്. അതുപോലെ തന്നെ നഷ്ടമില്ല. നോക്കിയേ, 2 കട്ടിലെ വണ്ണം ഉണ്ടാവും. ഈ ചെടിയുടെ വണ്ണം കണ്ടോ? അതുപോലെ ഇതിനെ കണ്ടോ, തേക്കിന്റെ പലകട കണ്ടോ? മേടിക്കാൻ പോകുമ്പോൾ ട്രിക്കുകളാണ്. നിങ്ങൾ പല കടയിൽ അന്വേഷിച്ച് നോക്കിയിട്ട് ഞാൻ കടയെ വിമർശിച്ച് പറയാൻ ഞാനല്ല. എനിക്കിനി അതിന്റെ യുദ്ധം കേൾക്കാൻ പറ്റൂല. നമ്മള് എന്തായാലും നമ്മളൊരു കസ്റ്റമർ ആയിട്ടിരിക്കുമ്പോ ഞാനൊരു 10 കടയിൽ അന്വേഷിച്ചിട്ട് ഞാൻ അവസാനം എടുക്കാൻ പോവുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രേ ഉള്ളൂ. അവരാഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കണമെങ്കിൽ എനിക്ക് വില തരേണ്ട വരും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസത്തെ സെയിൽ മൊത്തത്തിൽ കൂട്ടിയിട്ട് ഒരു ഓഫറിലൊക്കെ ചെയ്ത് നമ്മൾ ബിസിനസ് കൂട്ടും. പക്ഷേ ന്യൂനത ചോദിച്ചാൽ ഞാൻ ന്യൂനത പറയാം. പക്ക ക്വാളിറ്റിക്ക് മാത്രം ഞാൻ ഗ്യാരണ്ടി തരാം. അതാണ് നമ്മൾ കൊടുക്കുന്നൊരു. ഇതിന് ഞാനിപ്പോൾ ഇതിൻ്റെ കട്ടിൽ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ സെക്ഷൻ ബാക്കി തിരിഞ്ഞപ്പോൾ പറഞ്ഞുള്ളൂ. നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഓഫർ തരാം. പ്രീമിയം ലെവലിലുള്ള കട്ടിലിന് 35,000 രൂപേൻ്റെ വരാം, ഫാമിലി കോട്ട് ഈ വണ്ണമുള്ള സംഭവത്തിന്. പക്ഷേ ആ 33,900 ഒരു സ്പ്രിംഗ് ബെഡ് കമ്പനി ബെഡ് തരാം വിത്ത് 5 ഇയർ വാറണ്ടി. ഈ സാഹചര്യത്തിൽ, അതായത് ഈ നിങ്ങളുടെ പരസ്യം കണ്ടുവരുന്ന കുറച്ച് കാലത്തേക്ക് അത് കൊടുക്കാം. ഇതാണ് ഫിറ്റ് ചെയ്ത് വെച്ചു. ഇതും ഫിറ്റ് വെച്ചിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ വർക്ക് ഉണ്ടോ? ഡിസൈൻ നല്ലല്ലേ? പിന്നെ അപ്പൊ ഈ കട്ടിലിന്റെ കൂടെ നമുക്ക് റേറ്റ് എത്രയാണെന്നറിയോ? ഇത് 38,900 രൂപ. അപ്പം ഇതിന് ഇച്ചിരി പണി കൂടില്ല. അപ്പം ഇത് പ്രീമിയം ലെവലാണ്. ഇതിൻ്റെ കൂടെ 33,900 രൂപയുടെ പ്രീമിയം ബെഡ് ഫ്രീയാണ്. ഇതാണ് ഫ്രീ പറഞ്ഞത്? അല്ല, ഇത് കനം കുറവാണ്. ഇത് വേറെ ലെവലാണ്. ഈ ലെവൽ കൊടുക്കാൻ പറ്റും. ഇതങ്ങ് കൊടുത്താലോ? പില്ലോ ടോപ്പിങ്ങിന് ഇതാണ് ഫ്രീ കൊടുക്കണേ? പ്രീമിയം. ഇത് വിത്ത് 5 ഇയർ വാറണ്ടിയാണ്. ഇത് റേറ്റ് അടക്കം കാണിച്ചു തരാം. 33,900. അപ്പൊ ഇതാണ് നമ്മൾ ഫ്രീ കൊടുക്കുന്ന സംഭവം. പ്രീമിയം. അതെ, പ്രീമിയം കളർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ചോദിച്ചു. കളറൊന്നും പ്രശ്നമില്ല, എടുക്കുമ്പോ സുഖം ഉണ്ടാവുന്ന അത് നോക്കിയാൽ മതി. 2 സൈഡ് ഉപയോഗിക്കാം. അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഇതുണ്ടോ? ഇതാ, ഇത് പില്ലോ ടോപ്പ് അല്ലേ? അവർ 2 സൈഡായിട്ട് ഇവിടെ ഉപയോഗിക്കാം, അവിടെ ഉപയോഗിക്കാം. അപ്പുറത്ത് 2 ഇതിലും. പിന്നെ ഒരു പ്രത്യേകത, കൂളിംഗ് ആണ്. ചൂടുണ്ടാവില്ല. AC മേടിക്കണ്ട. AC മേടിക്കണം. AC വീട്ടിൽ മേടിക്കണോ? അത് തണുക്കാൻ വേണമെങ്കിൽ നിങ്ങൾ AC മേടിക്കണം. ഇതിനകത്ത് കിടന്നൊരു ചൂടുണ്ടാവില്ല. എടുക്കുമ്പോൾ ചൂട് ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇത് മേടിക്കണം. റൂമിന് തണുപ്പ് വേണമെന്ന് വെച്ചാൽ AC മേടിക്കണം. അതെ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു 38,900 33 സ്പ്രിംഗ് ബെഡ് ഫ്രീ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ഉണ്ട്.
കട്ടില് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇതൊക്കെ അതിന്റെ എന്താ പറയാ പല ഡിസൈൻസ് കട്ടിലുകള്. ഇനി എവിടെയാ ഇതേ കിടക്കണു ഇതാവും. ഇത് അടിപൊളിയാണല്ലോ, ഇഷ്ടപ്പെട്ടോ? കാണുമ്പോ ഒക്കെ അടിപൊളിയാണ്, പക്ഷെ കേൾക്കുമ്പോ സുഖം ഉണ്ടായാൽ മതി. ഇത് 35,900. ഒപ്പം 33,900 സ്പ്രിംഗ് ബെഡ് ഫ്രീ. ഫ്രീ എല്ലാത്തിനും ഫ്രീ ഉണ്ടല്ലേ? ഫ്രീ കൊടുക്കുവാണ്. എന്തായാലും നമുക്ക് നഷ്ടം വരില്ല, നമുക്ക് ലാഭം തന്നെയാണല്ലോ. എന്ത് മേടിച്ചാലും എന്തിനോടൊപ്പം എന്തും ഫ്രീ അല്ലേ? പിന്നെ ഈ തവണ വിമർശനം ഉണ്ടാവുമോ? നമുക്ക് എന്തുണ്ടായാലും നമ്മള് നല്ലതല്ലേ കൊടുക്കണുള്ളൂ. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, ഓഫറുകൾ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും. അത് എല്ലാ മാസം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, എല്ലാ മാസം ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എന്നെ വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അവരോട് എനിക്ക് സ്നേഹവും ഇഷ്ടവും ഉള്ളൂ. ഇനിയും നിങ്ങൾ എന്നെ വിമർശിക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് എന്നോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നു, ഞാൻ നിങ്ങളോടും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ആരോടും ഒരു വെറുപ്പില്ല, വിമർശിക്കുക നിങ്ങൾ എന്നെ. എന്നാലാണ് നമുക്ക് ബിസിനസ് വിജയം മുന്നോട്ട് കൊണ്ട്. വിജയത്തിനല്ല, വിമർശിക്കുമ്പോൾ നമുക്ക് എന്നറിയാം നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് തോന്നും. പിന്നെ എനിക്ക് ആ തെറ്റുകൾ ഒന്നും നോക്കിയിട്ട് എനിക്ക് എൻ്റെ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അത് നിങ്ങൾ വിമർശിക്കുമ്പോൾ ഞാൻ എൻ്റെ തെറ്റ് നോക്കണം. ഞാനും എന്താ പറയുക, ഞാനൊന്നും തേഞ്ഞ ഒരാളൊന്നുമല്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിത രീതിയിൽ തെറ്റ് വരാം. പക്ഷേ തെറ്റുകൾ പഠിക്കാൻ തയ്യാറുള്ള ഒരാളായതുകൊണ്ട് നിങ്ങൾ വിമർശിക്കുന്നത് എനിക്ക് തെറ്റായിട്ട് ഞാൻ എടുത്തു നോക്കിയിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. കമന്റിൽ ഒരുപാട് മോശം അഭിപ്രായം ഇടുന്നവരുണ്ട്. കുറെ പേര് നമ്മുടെ വീഡിയോ ഇടുമ്പോഴേക്ക് അപ്പൊ തന്നെ കമന്റ് വരാണ്, അവര് ഉടായിപ്പാണ്, തട്ടിപ്പാണ്, അവര് കടയിലേക്ക് വന്നിട്ട് പോലും ഒരു കാരണം അവർ പറയുന്നില്ല. എൻ്റെ തെറ്റ് എന്താണെന്ന് പറയുവാണെങ്കിൽ എനിക്ക് എൻ്റെ തെറ്റ് തിരുത്തി പോകാൻ ഞാൻ തയ്യാറാണ്. അപ്പം നിങ്ങൾ എന്നെ വിമർശിക്കണം, വിമർശിച്ചുകൊണ്ടേയിരിക്കണം. തെറ്റുകൾ പറയും, ഞങ്ങൾ സ്വീകരിച്ച് തെറ്റ് തിരുത്താൻ തയ്യാറാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇതിനെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞേ. 35 രൂപ, ഒപ്പം 33 രൂപയുടെ സ്പ്രിംഗ് ബെഡ് ഫ്രീ വിത്ത് 5 ഇയർ വാറണ്ടി. അപ്പൊ ഇതൊക്കെ കിട്ടിയില്ലേ? ഏറ്റവും കൂടി ഇത്രയും കട്ടിയുണ്ട്, 9 ഇഞ്ചോളം കട്ടിയുണ്ട്. സൂപ്പർ. അപ്പൊ ഇത് മാത്രല്ല, ഇഷ്ടംപോലെ നിങ്ങൾക്ക് കട്ടിൽ ഇവിടെ. പിന്നെ ഒരു കാര്യം, നമ്മൾ വാങ്ങിക്കുന്നതും ഫ്രീ കിട്ടുന്നതും ക്വാളിറ്റി തന്നെയാട്ടോ. അല്ല, ആരും തെറ്റിദ്ധരിക്കണ്ട, ഫ്രീ കിട്ടുന്നത് മോശമാണെന്നല്ല. എനിക്കിഷ്ടം ഫ്രീക്കും ക്വാളിറ്റി ഉണ്ടാവണമെന്നാണ്. അപ്പം എൻ്റെ മനസ്സും അതുപോലെ തന്നെ നല്ലതിനോട് തന്നെ കൊടുക്കുന്നത്. പിന്നെ ഈ ഓർത്തോ മാട്രസിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ, അത് ഓർത്തോ മാട്രസിന് ഒരു നടുവേനയ്ക്ക് ഇത് തന്നെ ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് 7 കൊല്ലത്തേക്ക് ഗ്യാരണ്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാം. ഏത് പ്രായക്കാർക്കും നടുവേന ഉണ്ടാവില്ല, ബ്ലഡ് സർക്കുലേഷൻ ചെയ്യും, കുഴി ഉണ്ടാവില്ല, ചൂടുണ്ടാവില്ല, നമുക്ക് ഏത് ക്ലൈമറ്റിനും പ്രയോജനം ചെയ്യും. അതാണ് ഓർത്തോ ഇതാണ്. അപ്പൊ ഇതിനെങ്ങനെ സൈസസ് ഒക്കെ വരുന്നത്? നമുക്ക് ഓൾ സൈസ് ഉണ്ട്. നിങ്ങൾ ഏത് സൈസ് ആഗ്രഹിക്കുന്നു, ഏത് സൈസ് ആ സൈസിൽ നമ്മൾ ഉണ്ടാക്കി തരും. കമ്പനി മാനുഫാക്ചറിങ് ചെയ്ത് കമ്പനി കസ്റ്റമൈസ് ചെയ്ത് തരും. നമ്മൾ അളവ് കൊടുക്കുന്നു, കമ്പനി പണം തരും. ഓക്കെ. അപ്പൊ ഞാൻ കാര്യത്തിന് സംശയമില്ല. ഞാൻ എന്തോരം വേണം ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം. പിന്നെ നമുക്ക് തേക്കിന്റെ അലമാരയിലേക്ക് പോയാലോ? പോവാം. മരിയൊക്കെ നോക്കാം നമുക്ക്. എന്തായാലും അത് കുറെ വെറൈറ്റീസ്, പക്ഷെ ഇവിടെ കുറെ ഡിസൈൻസ് ഒക്കെ കാണുന്നുണ്ട്. ഡിസൈൻ ഉണ്ട്. ഇതൊക്കെ വെറൈറ്റി ഞാൻ പറഞ്ഞില്ല. ആ ഓഫറിൽ ഒരു 40 മോഡലുണ്ട്. ഇങ്ങനത്തെ ഈ മോഡലിൽ തന്നെ 40 മൊബൈൽ വെക്കാവുന്ന രീതിയുണ്ട്. നമുക്ക് വീട്ടിലെ സാധനങ്ങൾ ഇപ്പം അത്യാവശ്യം വെള്ളം കുടിക്കാനുള്ള അത് സജ്ജീകരണം വരെ ഉണ്ട്. അങ്ങനെയുള്ള ഗ്ലാസ്, ജഗ് അങ്ങനെയൊക്കെ വെക്കാൻ ആ രീതിയിലുള്ള സെറ്റപ്പും ഉണ്ട്. പിന്നെ 2 സൈഡ് ഡ്രോ ഉള്ള സെറ്റപ്പ് ഉണ്ട്, ബാക്കിൽ ഡ്രോ ഉള്ള സെറ്റപ്പ് ഉണ്ട്. എന്താഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള സംഭവം ഒരു ഡിസൈൻ 2 നിങ്ങൾക്ക് ഒരു 100 ഡിസൈൻ തരാം. നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ കിങ് വേൾഡിലൂടെ പറയുക. കിങ് വേൾഡിലൂടെ അത് നിർമ്മിച്ചു തരും. അപ്പൊ ഡിസൈൻസ് നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. നമുക്ക് അങ്ങനെ ഇവിടെ ഒരു 350-ൽ പരം ഡിസൈൻ ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്കൊരു ഡിസൈൻ ഉണ്ടോ നമ്മൾ ചെയ്തുതരും. അപ്പൊ ഇനി ഓഫർ അത് വേറൊരു കാര്യമുണ്ട്. യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർത്തരും. നിങ്ങൾ എന്നോട് പറയാം 10 ദിവസം എന്ന് പറഞ്ഞാൽ 10 ദിവസം കൊണ്ട് തീർത്തരും. അതാണ് വെല്ലുവിളി. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കും. പക്ഷെ നിങ്ങൾ നേരത്തെ പറയുന്നത് എനിക്കൊരു വലിയ സന്തോഷമുള്ള. അതാകുമ്പോൾ കുറച്ചുകൂടി സമയം എടുത്ത് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അൾമാരിയിലേക്ക് കിടക്കാം അല്ലേ? വാൾഡ്രോപ്പ് 2 ഡിസൈൻ ആയിട്ട് നമ്മൾ അവിടെ കണ്ട മോഡലിലെ ഒരു വെറൈറ്റി, 2 സൈഡ് ആയിട്ടുള്ളത് ഒരു ഡിസൈൻ വേണമെങ്കിൽ ഡിസൈൻ. പക്ഷെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ പണ്ടത്തെ കാലം തൊട്ട് നമുക്ക് പണ്ടത്തെ കാലത്തേക്ക് തിരിച്ചു വരാം. അതെ, കാരണവന്മാരൊക്കെ വാങ്ങിച്ചു തരുന്ന തേക്കിന്റെ അലമാര. അതെ, ഇതാകുമ്പോൾ ജീവിതകാലം മൊത്തം അങ്ങനെ കിടന്നോളൂ. ഇതിപ്പോ 3 ഡോറ്. ഇത് 3 ഡോറ്. സ്പേസും അടിപൊളി. ഞാൻ സ്പേസ് നോക്കാനല്ല തുറന്നത്, ഉള്ളിലത്തെ പോളിഷ് നോക്കാനാണ് തുറന്നത്. സാധാരണ ഉള്ളിൽ പോളിഷ് ചിലവർ ചെയ്യാറില്ല. അപ്പൊ ഒന്ന് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പോളിഷ് ഉണ്ട്, എല്ലാം ഫിനിഷിംഗ്. ഞാൻ പറയട്ടെ, ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇതിപ്പോ ഒരു കാര്യം പറയാം. ഇതൊരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും സ്വപ്നമാണ്.
ഇതിനൊരു വേറെ പ്രത്യേകതയും ഞാൻ പറയാം. ഒരു പിതാവ് ഒരു മാതാവ് ഒരു പെൺകുട്ടിക്ക് മേടിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ സ്വപ്നത്തിൽ ഒരു തുള്ളി വെള്ളമില്ലാത്ത രീതിയിൽ ഞാൻ നിർമ്മിച്ചു തരാം. നിലമ്പൂർത്തേക്ക് നിങ്ങൾ വില കൊടുക്കേണ്ടവർ കേട്ടോ, അതിൽ നോ കോംപ്രമൈസ്. മക്കൾക്ക് കൊടുക്കുമ്പോൾ എന്ത് വില നോക്കണേ അത് അപ്പം ഞാനത് നിങ്ങൾക്ക് ആ ഗ്യാരണ്ടി തരാം. ഒരു തുള്ളി ഒരു നഖത്തിൻ്റെ പോലും വെള്ളമില്ലാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് നിർമ്മിച്ചു തരും. കാതലിൽ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്വപ്നം കിങ് വേൾഡിലൂടെ ഞാൻ ഗ്യാരണ്ടി ലോകാവസാനം വരെ നിങ്ങൾക്കൊരു നഖത്തിൻ്റെ വെള്ള പോലും ഇല്ലാതെ അലമാര ഞാൻ നിർമ്മിച്ചു തരും. ഇപ്പൊ എത്ര ഡിസൈൻസ് നിലവിലുണ്ട്? നമുക്ക് ഒരുപാട് ഡിസൈൻ ഉണ്ട്. ഇത് ഇപ്പൊ അത് 2 വേണോ 3 വേണോ? 3യും ഇനി നീളത്തിൽ എത്ര വേണം, എത്ര ഡോർ വേണം, എങ്ങനെ ഗ്ലാസ് ഇടണം, എങ്ങനെ വേണം, നിങ്ങളുടെ സ്വപ്നം പറയുക, നിങ്ങളുടെ ആഗ്രഹം പറയുക, അതേ ആഗ്രഹത്തിൽ പറഞ്ഞു തരും. ഓക്കെ. ഇതിപ്പോ നമുക്ക് മിറർ ഉള്ളിൽ ഇല്ല, മിറർ ഇല്ലാത്ത രീതിയിലാണ്. നമ്മുടെ നാട്ടിൽ നിലമ്പൂരൊക്കെ വിഷയം വെച്ചാൽ മിറർ ഇല്ലാത്ത പോരുന്നു. പിന്നെ ഇതിന് ചേർന്നൊരു ഡ്രസ്സിങ് കൂടെ അതേ രീതിയിൽ പണിത് കൊടുക്കും. രണ്ടും ഇത് വേറെ 2 തിരിച്ചിട്ട്. അപ്പൊ ഇതിപ്പോ ഒരു പുതിയ മോഡൽ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ചെയ്തുതരും. ഇല്ലെങ്കിലും അങ്ങനത്തെ മോഡൽ ഇവിടെ ഉണ്ട്. എങ്ങനത്തെ മോഡൽ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ അതിന്റെ ഡിസൈൻസ് പല ഡിസൈനിലൊക്കെയാണ്. ഓക്കെ. ഇതൊക്കെ അതിന്റെ വെറൈറ്റി ഓഫ് ഡിസൈൻസ് ആണ്. ഒക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. നമുക്ക് കുറച്ച് അധികം വെറൈറ്റി ഇപ്പൊ ഉണ്ട്. ഇതാകുമ്പോ വേറൊരു മോഡലാണ് വരുന്നത് അല്ലേ? താഴെ ഡ്രോ ഉണ്ട്. ഇത് ഈ ഡിസൈൻ കണ്ടോ, നല്ലൊരു ഡിസൈൻ. പിന്നെ അടിയിലൊരു ഡ്രോ, പിന്നെ താഴെ വലിയൊരു ഡ്രോ. ഇവിടെ ഇത് ഡ്രോ ടൈപ്പ് ആയിട്ട്, പിന്നെ അടിയിൽ വേറെ ഒരെണ്ണം ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ്. ഇതിനകത്ത് ഒരു കാര്യം എന്നറിയോ, ഇതില് ന്യൂനത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. വെള്ളം കയറും തോറും വില കുറയും, മൂപ്പ് കുറയും തോറും വില കുറയും. ഇത് കസ്റ്റമറാണ് തീരുമാനിക്കുന്നത്. എനിക്ക് എൻ്റെ കുട്ടിക്ക് ഞാൻ എങ്ങനെ കൊടുക്കണമെന്ന് കസ്റ്റമറാണ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ അത് വെള്ളയുണ്ടാകാം. വെള്ള രീതി പണിയുമ്പോൾ വില കുറയും. കാതലായിട്ട് എടുക്കുമ്പോൾ തടി നമ്മൾ മുറിക്കുമ്പം അതിൻ്റെ എല്ലാ രീതിയിലും മൂപ്പോട് കൂടി വെള്ളമില്ലാതെ എടുക്കുമ്പോൾ നല്ല വില വരും. അപ്പോൾ ഇതിൽ എനിക്ക് നോ കോംപ്രമൈസ്. ഇതിന് ഞാൻ എൻ്റെ വ്യക്തിത്വം തെളിയിക്കേണ്ട കാര്യം ഇത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനകത്ത് വില കുറവോ ഡിസ്കൗണ്ട് ഒന്നുമില്ല. ഞാൻ അതിൽ ആരെയും കസ്റ്റമറോട് ഇത് ഓഫർ ചോദിച്ചു വരരുത്. ഓഫറല്ല, ഇതിന് ഓഫറോ ഫ്രീ അല്ല. ഇത് ഒരു ലെവലിൽ പണിയാൻ പറയുമ്പം അതിനൊരു നിശ്ചിത ലാഭം ഇട്ട് അപ്പം തന്നെ പറയും. അപ്പം നിങ്ങൾക്ക് രീതിയിൽ പണം തരും. ഇപ്പം ഇതിന് ഓഫർ പറയാന്ന് പറയുന്നതിൽ പ്രത്യേകതയില്ല. ഇത് വേറൊരു ലെവലാണ്. ഇത് നിങ്ങൾ പറയുന്ന സ്വപ്നം നിർമ്മിച്ചു തരാനുള്ള ആഗ്രഹക്കാരൻ. എനിക്കിതിനകത്ത് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, ഞാൻ കൊടുക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. അതാണ് എൻ്റെ സ്വപ്നം. എന്തുകൊണ്ടെന്നറിയോ, നിങ്ങളുടെ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എത്ര കാലം അവിടെ നിൽക്കണം? ഞാനിപ്പോ അതൊന്നുമല്ല ശ്രദ്ധിക്കണം. എനിക്ക് ഒരു ഐറ്റം കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സത്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ സംഭവം എന്ന് വെച്ചാലേ, നമ്മള് വാതിലിന്റെ ഉള്ളിൽ കൂടെ കേറി പോണ ഒരു ഫീലിംഗ് ആണ്. 2 സൈഡ് അല്ലേ, ആ ഒരു ഫീലിംഗ് ഇല്ലേ ഇതിന്? എന്തായാലും ഒരു വെറൈറ്റി ഇതിനുണ്ട്. സാധാരണ ആൾമാരിയായിട്ട് എനിക്ക് തോന്നണില്ല. വാതിലിന്റെ ഡോറ് തുറക്കണ മാതിരിയാണ് ആ ഒരു ഫീലിംഗ് വരുന്നത്. ഇതിന് ഈ സൈഡൊക്കെ എന്താ പറയാ, നമ്മള് വെറൈറ്റി മോഡലാണ്. എന്തായാലും ഒരു വെറൈറ്റി ആണ്. നമ്മുടെ വീടിന്റെ മെയിൻ ഡോറും തുറക്കുന്ന ആ ഒരു ഫീലിംഗ്. പിന്നെ വേറെ കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് ക്യാമറയോ ലൈറ്റോ എന്ത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്യാമറ ഞാൻ പറ്റിയില്ല, ലൈറ്റ് ഒക്കെ ഞാൻ പറ്റി കൊടുക്കാം. ക്യാമറ വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പൊ കള്ളന്മാര് വരുമ്പോ ആരെടുത്തുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഇതിലേക്ക് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് അങ്ങനെ വിവിധ കളേഴ്സ് ഒക്കെ തെളിയാനുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണ് റിമോട്ടിൽ ലൈറ്റ് തെളിയാനുണ്ടെങ്കിൽ ആ സെറ്റിങ്സ് വരെ ചെയ്തു തരാം. പോരെ, ഇനി ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് അവിടെ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീട്ടിൽ മൊത്തം ഇരുട്ടാണ്, ഇവരെ തെളിക്കാം. നിങ്ങളുടെ കാറിലെ കിച്ചണിൽ വരെ ഘടിപ്പിക്കാം. അങ്ങനെ കുഴപ്പമില്ല, അടിപൊളിയാ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഏത് ആഗ്രഹത്തിലും ഞാൻ നിർമ്മിച്ചത്. അപ്പൊ പറഞ്ഞ പോലെ വേറെ ലെവൽ. അതെ. അപ്പൊ ഇനി അടുത്ത ഓഫറിലേക്ക് പോയാലോ? ഈ ബെഞ്ച് നമ്മള് ഗാർഡൻ സിറ്റ് ഔട്ടിൽ അങ്ങനെയൊക്കെ ഇടുന്ന ഗാർഡൻ ബെഞ്ചാ. ഇതിന് പ്രത്യേകത ഉണ്ട്. നിങ്ങളൊരു കസ്റ്റമർ ആണല്ലോ, നിങ്ങളുടെ കസ്റ്റമർ ആണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾ കസ്റ്റമർക്ക് ഒരു ഗ്യാരണ്ടി വേണമല്ലോ. പിന്നെ അപ്പം ഞാൻ പണ്ടും പറയുന്നുണ്ട്, ന്യൂനതയ്ക്ക് ഞാൻ ഗ്യാരണ്ടി ഇല്ലെന്ന് പറയുന്നുണ്ട്. അത് ഞാനും പറയുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങളുടെ കസ്റ്റമർ വന്നാൽ ലോകാവസാനം വരെ ഗ്യാരണ്ടി കൊടുക്കും. വീഡിയോ കണ്ടുവരുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നിങ്ങളും അതിന്റെ കൂടെ ഗ്യാരണ്ടറാ. ഞാനും ഗ്യാരണ്ടറാ. നല്ലതിന് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വില കുറഞ്ഞ ഒരു സാധനത്തിന് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം വീഡിയോ എടുത്തു, നിങ്ങൾക്കൊരു ബോധ്യം വരണ്ടേ? അപ്പൊ നിങ്ങൾ കസ്റ്റമർ ഗ്യാരണ്ടിയാ. നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞു, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ ആരാ പറയുന്നുണ്ടല്ലോ? അങ്ങനെ ആരാ പറയുന്നത്?
അത് ഏതോ ഒരാൾ പറയുന്നുണ്ട് അത് പക്ഷെ അത് അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഇത് ലോകാവസാനം വരെ ഗ്യാരണ്ടി തരാം. ഇതെന്താ മരം? ഇത് നിലമ്പൂർത്തേക്കാണ്. ഇനി ഡിസൈൻസ് എത്ര ഉണ്ട്? ഇതൊരു 10-60 മോഡൽ ഉണ്ടാവും. 60 മോഡൽ. പക്ഷെ ഇതിന് വിലയുണ്ട് കേട്ടോ. ഇത് 28,900 രൂപ. ഞാൻ അതിൻ്റെ അകത്ത് ഒരു 100 രൂപ കുറയ്ക്കില്ല. വിലയിൽ നോ കോംപ്രമൈസ്. പക്ഷെ ലോകത്തിൻ്റെ അവസാനം വരെ ഗ്യാരണ്ടി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇനി 3,990 3,990 ഇതിന്റെ റേറ്റാ? അപ്പൊ ഇതിനെന്തോ ഉണ്ട്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തരുമ്പോൾ ന്യൂനത വെച്ച് തരാനാണ്. എനിക്ക് മാജിക് ഒന്നുമില്ല. എനിക്ക് 50,000 സാധനം നിങ്ങൾക്ക് തരാൻ പറ്റും. പക്ഷെ നമ്മുടെ ജെനുവലായ ചില പരസ്യങ്ങളുണ്ട്. അത് വ്യക്തി എന്നല്ല കിങ് വേൾഡിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് 2,990 കട്ടിലെ ഗ്യാരണ്ടി എങ്ങനെ പറഞ്ഞു? അപ്പൊ ലിസ്റ്റ് നോക്കേണ്ടി വരും. 2,990 കട്ടില്, ഡബിൾ കോട്ട് കട്ടില് കുറേ കാലം പറഞ്ഞല്ലേ, എത്ര ഗ്യാരണ്ടി? അതിനോടൊപ്പം തന്നെ ഒരു 2,990 കട്ടില് 10 വർഷം ഗ്യാരണ്ടി പറഞ്ഞു. അത് എന്താണ്? കിങ് വേൾഡിന് ഒരു പ്രത്യേകതയാണ്. ആർക്കും സാധിക്കാത്തതെന്ന് കിങ് വേൾഡ് കൊണ്ടുവരാറുണ്ട്. പരസ്യം എന്ന് പറയുന്നത് എന്താ? ജനങ്ങൾ കുറച്ച് കൂടുതൽ ഗുണം ചെയ്യണം. എല്ലാ പരസ്യവും വഞ്ചനയാകാൻ പാടില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എൻ്റെ പരസ്യത്തിലെല്ലാം പറയുന്നത് ക്വാളിറ്റിക്ക് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അതുപോലെ തന്നെ ചില ഐറ്റത്തിന് ഞാൻ ക്വാളിറ്റി കൂട്ടിയിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ 3,990 നിങ്ങൾക്ക് തരാം. ഇതൊരു വെല്ലുവിളിയാണ്. ഇത് കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് 3,990 തരാം. പക്ഷെ ഗ്യാരണ്ടി എന്ന് പറയുന്നതിന് എനിക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ എത്ര കാലം ഉപയോഗിക്കാം അത് ഉപയോഗിക്കാം. അത് രണ്ടിനും വ്യത്യാസമുണ്ട്. പിന്നെ 2 സീറ്ററാണ് അതിൻ്റെ ഇതിൻ്റെ. പക്ഷെ ഇതും സാധ്യമല്ല. 3,990 നിങ്ങൾ ഒരാളെ പണിക്ക് വിളിച്ച് എത്ര കൊടുക്കണം? കൂലിക്ക് കൊടുക്കണ്ടേ? ഇന്നത്തെ കാലത്ത് 1,000-1,500 വേണം. പക്ഷെ ഞാൻ ഇതിനെ പോകുന്ന ഉദ്ദേശിച്ചല്ല നിങ്ങളോട് പറയുന്നത്. പക്ഷെ അത് സംഭവം എന്നതാ, ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ കരിയറെ ബാധിക്കും. ഇന്ന് നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞാൽ മോശം എന്ന് പറഞ്ഞാൽ എന്നെ അത് ബാധിക്കില്ല. പക്ഷെ ഞാൻ ഇതിന് ഒരു ദിവസം തരില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നത് 5 കൊല്ലാലും പോകില്ല. പക്ഷെ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, ഞാൻ നല്ലതിന് ഗ്യാരണ്ടി അതിനെ പറയുള്ളൂ. ഗ്യാരണ്ടി പറയേണ്ടത് എന്തിനാ? നല്ലതിന്. അപ്പോൾ ഒരു ന്യൂനതയ്ക്ക് ഗ്യാരണ്ടി പറയുന്നതിൽ എന്താ പ്രത്യേകത ഇരിക്കുന്നത്? കാര്യമില്ലല്ലോ. അത് നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾ കൊടുത്ത മൂല്യത്തിന് പ്രയോജനപ്പെടുത്തുക. അതാണ് ഇതാ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നല്ലതിന് ഗ്യാരണ്ടി. ഞാൻ അന്നും ഇന്നും എന്നും അത് തന്നെ പറയണം. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു, കളറും ഇഷ്ടപ്പെട്ടു. ഇത് നിലമ്പൂർ തേക്കാണ്. ഇതിന് വില കുറയില്ല, ഓഫറും ഇല്ല. എത്ര റേറ്റ്? 28,900. ലാസ്റ്റത്തെ റേറ്റ്. ലോകത്തിന്റെ അവസാനത്തിന്റെ ദിവസം വരെ കംപ്ലൈന്റ് ഉണ്ടോ? നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. ബാർഗനിങ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ സംഭവത്തിന് ഇതിന് ബാർഗൻ ഇല്ല. നിങ്ങൾ നല്ലതിനെയാണ് 50 രൂപ കുറയ്ക്കോ? ഞാൻ വേണമെങ്കിൽ കുറയ്ക്കുന്നതിൻ്റെ ഒരു മൂല്യത്തിന് എനിക്ക് എപ്പോഴും മൂല്യമായിട്ട് തന്നെ കൊണ്ടു നടക്കണം. ഇത് പരമ്പരയായിട്ട് കൊണ്ടു നടക്കണം. അതാണ് അങ്ങനെ തന്നെ പോട്ടെ. അതിൽ വഞ്ചന ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, 29,900 അല്ലേ, അത് റൗണ്ടാക്കി അങ്ങനെ 30, ഒരു 100 രൂപ കൂട്ടിയാലും നല്ല സാധനം തരാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മൂല്യം, ഇത് പരമ്പരാഗതമായിട്ട് കൊണ്ടുപോകുന്നത്, അത് അങ്ങനെ തന്നെ പോട്ടെ. ഇത് പോട്ടെ. ഇനി അടുത്തതിൽ പിടിക്കാൻ. ഇനി നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ച ഒരു 350 പരം ഡൈനിങ് ടേബിള്, പ്രിന്റഡ് ഗ്ലാസ്, ഗ്രാനൈറ്റ്, മാർബിള്, ആ സെലക്ഷൻ ഇപ്പോഴും തുടർന്ന് പോവാണ് കേട്ടോ. കുറച്ച് വെറൈറ്റികൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതും നല്ല വെറൈറ്റിയാണ്. നമുക്ക് പുതിയ വെറൈറ്റിയാണ്. അതിന്റെ മേളിൽ ഭംഗിയുള്ള ഗ്ലാസ് വെച്ചേക്കണം. നോക്കി, അടിപൊളി പ്രിന്റ്. അടിപൊളിയായിട്ട് ഇത് നല്ലൊരു പ്രിന്റഡ് ഗ്ലാസ്. പ്രിന്റ് അടിപൊളിയായിട്ടുണ്ട്. ഇത് 350 പരം ഡിസൈൻ ഉണ്ട്. ഇവിടെ ഒരു 50 പരം ഡിസൈൻ ഇവിടെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ സ്റ്റോക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഇനി എത്ര വെറൈറ്റി, എത്ര ഡിസൈൻസ്, എത്ര പ്രിന്റ്സ് വേണമെങ്കിലും. പിന്നെ കൂടെ എപ്പോഴും പറയാന്ന് വിചാരിക്കരുത്. നമുക്ക് ഇതുകൊണ്ടൊന്ന് ഫോളോപ്പ് ചെയ്ത് ഓക്കെ. ഇത് ഞാൻ അന്നും ഇന്നും എന്നും എപ്പോഴും ഒരുപോലെ തന്നെ പറയാം. ഇച്ചിരി വെയിറ്റ് ഉണ്ട്, കടുപ്പാ. ഒരു നഖം വെട്ടിയാൽ ആ നഖത്തിൻ്റെ അത്രം പോലും വെള്ളയില്ല. അതവിടെ തന്നെ അങ്ങനെ ഇരിക്കട്ടെ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 5,900 വില വരും. എന്നാ 1000 രൂപയ്ക്ക് കിട്ടും. ഇച്ചിരി വില, ഇച്ചിരി വെള്ള ഉണ്ടാവും. വെള്ള വേണമ്പോൾ വില കുറയും, വെള്ള ഇല്ലാതെ എടുക്കും വില കൂടും. ഇതിന് വില വേറെ, ഇതിൻ്റെ വില വേറെ. അപ്പം 1,500 കസേര, 3,000 രൂപയുടെ കസേര, 5,900 കസേര. നിങ്ങളാണ് തീരുമാനിക്കേണ്ട ക്വാളിറ്റിയിൽ. നമ്മുടെ എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ. ഇനി ഈ പറഞ്ഞ ചെയറിനൊക്കെ ഡിസൈൻസ് എത്ര തരുന്നുണ്ട്? എല്ലാം ഒരു 40, 50, 60 മോഡൽസ് വെറൈറ്റീസ് ഉണ്ട്. ചെയറിന് ചെയർ സെപ്പറേറ്റ് വേണമെങ്കിൽ കിട്ടും, ഡൈനിങ് സെപ്പറേറ്റ് വേണമെങ്കിൽ കിട്ടും. ഇനി സോഫാസ് തന്നെ 3 സീറ്റർ വേണമെങ്കിൽ സെപ്പറേറ്റ് ഉണ്ട്,
എന്ത് സാധനം തടി നിർമ്മിക്കാൻ പറ്റുന്ന നിങ്ങൾ തരിക, ഞാൻ നിർമ്മിച്ചു തരും. അതെ, അതിന് നോ കോംപ്രമൈസ്. അപ്പൊ അടുത്തേക്ക് കിടക്കും. വീട്ടില് സ്ഥലമില്ല, സീറ്റ് സോഫ വേണം, അപ്പൊ അതിനെന്ത് ചെയ്യും? ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 4,990 3 സീറ്റർ സോഫ കൊടുക്കാൻ പറ്റും. 3 സീറ്റർ. അപ്പൊ 3 സീറ്റർ ഉണ്ട്, 5 സീറ്റർ ഉണ്ട്. അപ്പൊ അങ്ങനെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്, അങ്ങനെ മോഡൽസും ഉണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാണ്? 4,990. അതും 3 സീറ്റർ സോഫ. സീറ്റർ സോഫ ഇനി മുതൽ 4,990 കിങ് വേൾഡിൽ അവൈലബിൾ ആണ്. അതെ, അതും എത്ര മോഡൽസ് ഉണ്ട്? മോഡൽ ഒരു 10ഓളം മോഡൽസ് ഉണ്ടാവും. 10ഓളം മോഡൽസ് ഉണ്ട്. പറയണ തുണിക്ക് അങ്ങനെ ചെയ്തരോ? ഇതായതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഇത്ര റേറ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഇപ്പൊ പിന്നെ നമുക്ക് ഇവിടെ ടാറ്റാനെ നമുക്ക് വേണമെങ്കിൽ സ്മരിക്കാൻ വേണമെങ്കിൽ അദ്ദേഹം ഒരു നാനോ കാർ ഇറക്കിയത് എന്തിനാ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതേ ലക്ഷ്യം തന്നെയാണ് ഞാൻ വെക്കുന്നത്. ജനങ്ങൾക്ക് കൂടുതൽ ഏറ്റവും കുറഞ്ഞ് കൊടുക്കുക. എന്നാ അവർക്ക് സോഫ വേണം താനും. വേണം. അവർക്ക് 4,990 3 സീറ്റർ സോഫ നമുക്ക് ഇനി മുതൽ സ്വപ്നം കാണാം. അതും കിങ് വേൾഡ് ഫർണിച്ചറിലൂടെ. ഒരേ ഒരു രാജാവ്. അത് എന്റെ ഡയലോഗ് കേട്ടാ. അത് ഞാൻ പുള്ളിക്കാരിലാട്ടോ കണ്ടേ. അത് ഞാൻ എന്റെ ഡയലോഗാണ്. ഇനി ഇതല്ല 3 ഇനി ഒരു വേറെ കാര്യമുണ്ട്. വേറെ ലെവലുള്ള ഫർണിച്ചറാണ്. ഓക്കെ. പക്ഷെ നമുക്ക് സ്റ്റോക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിപ്പം ഇങ്ങനെ പുതിയ മോഡൽ ഒരു 6 വെറൈറ്റി വന്നിട്ടുണ്ട്. പുതിയ മോഡൽ. അതില് എത്ര സീറ്റ് വരും ഇത്? ഇത് 5 സീറ്റർ കോർണർ സോഫയാണ്. ഇതൊരു പുതിയ വെറൈറ്റി ഇറക്കിക്കണം. ഇതിന്റെ വേറെ ലെവലാണ് ഇതിന്റെ തുണി മോഡല്. ഇതിന്റെ ഒരു എന്താ പറയണേ, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ക്വാളിറ്റിയിൽ 1 lakhന്റെ റേറ്റ് വരുന്ന ഐറ്റങ്ങളത്. അപ്പൊ ഇതിനൊക്കെ ഏകദേശം എത്ര വരും? ഇത് 1 lakh വരും. 1 lakh വരും. അതിനനുസരിച്ചിട്ടുണ്ട് അല്ലേ ഇത്? അതിന്റെ നിർമ്മാണ രീതി വ്യത്യാസമുണ്ട്. വലിയ തിക്കൻസ് ആണ്, വലിയ പോക്കറ്റ് സ്പ്രിങ്ങിന്റെ ഹെവി ക്വാളിറ്റിയാണ്, ഏറ്റവും പ്രീമിയം ലെവലുള്ള തുണികളാണ്. ഇതിന്റെ ആ ഒരു വീതി സാധാരണ നോർമലിന് വരുമ്പോ ഇത്ര വീതി ഉണ്ടാവാറില്ല. അപ്പൊ ഇത് വിഷുവിന് കുറെ ഇതൊക്കെ ശരിക്കും പറഞ്ഞത് ബുക്കിഡാണ്, കസ്റ്റമർ വാങ്ങിച്ചു കഴിഞ്ഞു. ഓക്കെ. അതെ, നമ്മളിത് കഴിഞ്ഞിട്ടില്ല, ഡിസ്പ്ലേ പോലും ചെയ്യാൻ പറ്റിയില്ല. ഇത് കസ്റ്റമർ മേടിക്കല് കഴിഞ്ഞു. 22/4 പോയി കഴിഞ്ഞു, വിറ്റതാണത്. ഓക്കെ. അപ്പൊ ഇത് വിഷുവിന് വന്ന സാധനമാണ്. ഇനിയും സെലക്ഷൻ ഉണ്ട്, ഇതും ഇനിയും ഉണ്ട് സാധനം. അപ്പം നമുക്കിത് നമ്മുടെ കമ്പനി നിലമ്പൂരൊക്കെ അടിച്ചു ഇത് കളറ് നമുക്ക് ഇങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റും. ദൂരം കളർ വേണേ. ഇതിന്റെ അടിയിലൊക്കെ ഒരുപാട് വർക്ക് ഉണ്ട്, സ്ഥലമില്ലാത്തോണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. ഫുൾ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് സംഭവം. എന്തായാലും ഇത് കുറേ സെലക്ഷൻ ഉണ്ട് വിഷുവിന് പ്രമാണിച്ച്. ഇപ്പം ഒരു കസ്റ്റമറിനെ വിളിക്കുക, ഗൾഫിൽ നിന്നോ യൂറോപ്പ് രാജ്യത്ത് നിന്ന് വിളിക്കാൻ ഒരു 500 മോഡൽ ഇത് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. എന്നിട്ട് അതിൽ ഇഷ്ടപ്പെട്ടത് ഓക്കെ. അപ്പൊ വീഡിയോ കോൾ ആയാലും നമുക്ക് ഇത് നിങ്ങൾ UK വിളിച്ചോളൂ, ഞാൻ അപ്പൊ തന്നെ ഫോട്ടോ ഇട്ട് തരും. ഇതിന്റെ ഒരു 500 മോഡൽ. ഇനി നമുക്ക് വേറൊരു വെറൈറ്റി. ഇത് കഴിഞ്ഞല്ലോ, ഇത് കഴിഞ്ഞു. ഇത് ആനക്കൊമ്പ് സെറ്റ് ചെയ്യാം. ഇത് വേറെ ലെവലിൽ പണിതേക്കണം. ആനക്കൊമ്പ് സെറ്റ് എന്ന് പറയാനുള്ള റീസണേ ഇതിന്റെ ഈ സൈഡ് കണ്ടേ അതാണ് ആനക്കൊമ്പ്. പക്ഷെ ഇത് വേറെ ഉണ്ട്. ഇതും ഞാൻ ആ പറഞ്ഞ പോലെ ന്യൂനതയിൽ പണിയാൻ പറ്റും. ഇത് ന്യൂനത ഇല്ലാതെ പണിതേക്കണേ. ചേച്ചി മുടക്കുണ്ട്. നൂനെന്ന് പറയുന്ന വേറെ കാര്യമുണ്ട്. നമ്മൾ തുണി ഇത് പ്രീമിയം ലെവൽ തുണിയാണ്. ഇത് നെക്രോൺ ഏറ്റവും കോടി തരാം. ഫോം ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഫോം കയറ്റി വെച്ചാൽ വില പറയും. അപ്പോൾ ഇതിപ്പോൾ വെള്ളം ഇല്ലാതെ എടുത്തേക്കണേ. ഇത് നമുക്ക് വരുമ്പോൾ 53 രൂപ വരേണ്ടി വരും. ഞാൻ ഇനി 26 മുതൽ സ്റ്റാർട്ട് ചെയ്ത് തരാം. 26 മുതൽ ഇത് പണിത് തരും. 27 തൊട്ട് നമുക്ക് അങ്ങോട്ട് കാശ് കയറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി വരും. പിന്നെ ഇതൊരു പുതിയ ഇതിൽ നമ്മൾ ഇത് കൊത്തുപണിയൊക്കെ ഉള്ളതാണ്. ഇത് നിലമ്പൂർത്തേക്കിലാണ്. ഇത് കുറച്ച് വെറൈറ്റി. ഇതൊരു 40-50 മോഡലുണ്ടാവും ഇതിൽ തന്നെ. കൊത്തുപണി. പിന്നെ 2ാം നിലയിൽ നമുക്ക് കുറച്ച് സെറ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും നിലമ്പൂർത്തേക്കിൽ. ഇച്ചിരി ടൈറ്റ് ആണ് അവിടെ, കുഴപ്പമില്ല. ഇതിപ്പോ മേളത്തെ സെക്ഷൻ വുഡിന്റെ 311 സെറ്റ് ചെയ്യുക. കോർണർ സോഫയൊക്കെ ഉണ്ട് വുഡിന്റെ, പല മോഡൽസ് ഉണ്ട്. ഇത് 2-3 കാര്യമുണ്ട് ഇത് പറയാനുണ്ട്. ഇതിപ്പം ഇതൊരു പുതിയ വെറൈറ്റി. ഇതല്ല, ഇത് ഞാനിത് പറയുന്നത്, നിങ്ങൾ പണ്ട് ഒരു ദിവസം ഇത് എടുത്തപ്പോൾ പൊന്തുന്നില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ തിരുവനന്തപുരം അല്ല മറ്റേ ഇവിടുത്തെ ഭാഷ തൃശ്ശൂർ ഭാഷ അങ്ങനെ പൊന്തുന്നില്ല, ഞങ്ങളൊന്നും പൊക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. എന്തായാലും കാര്യം തന്നെ. എന്നാലും ഒന്ന് പൊന്തൂല. എന്നാലും നിങ്ങൾ ചുമ്മാ ജസ്റ്റ് നോക്കിയാൽ ക്വാളിറ്റി നിലവാരം നിങ്ങളുടെ കസ്റ്റമറിനോട് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ഒന്ന് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. പക്ഷേ ഇതിന് നമുക്ക് വിലയുണ്ട്. അതായത് ഇതുണ്ടോ, ഇതാറ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുക. ഇത് ന്യൂനത.
ഇതിന് ഇത് കണ്ടോ വീതി. അതായത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വിലയിരുത്താൻ പറ്റാത്ത ടെക്നിക്കൽ പരമായിട്ടുള്ള ബിസിനസ് മൈൻഡ് ഉണ്ട്. അത് ഞാൻ ആരെയും വിമർശിച്ച് പറയണല്ലോ കേട്ടോ. അതായത് കസ്റ്റമർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വില കൂടുമ്പോൾ പെട്ടെന്ന് ധരിക്കേണ്ടത് വില കൂടുന്ന കാര്യമല്ല, ഗുണമില്ലാത്ത കാര്യമുണ്ട്, വില കൂടുന്ന കാര്യങ്ങൾ അതുമുണ്ട്. ഇതിൻ്റെ പോയിന്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത് നോക്കി ഇവിടെ വരെ ഇതുണ്ടോ, ഇത്ര കൂടുതൽ വന്നു, തടിയുടെ തിക്കൻസ് മാറി. ഇതുണ്ടോ, വിരൽ വെച്ച് കാണിക്കാനുള്ള സ്കെയിൽ വെച്ച് കാണിക്കാനുള്ള കയ്യിലുണ്ടോ, ഉണ്ടോ, തിക്കൻസ് കൂടുതൽ. പിന്നെ ഇത് ക്വാളിറ്റി, ഇതും കാണുമ്പോൾ അറിയാം ഇത് ഫുൾ കാതലൊന്നുമല്ല, ഇത് വെള്ളയുണ്ട്. ഇത് വെള്ളയിലായി സാധനം നിൽക്കുന്നത്, ഇത് ഫുൾ കാതലാണ് നിൽക്കുന്നത്. ഇത് നിലമ്പൂർത്തേക്കാണ്. ഇതിന് നല്ല വിലയാണ്. അങ്ങനെ ഒരു നല്ല സെലക്ഷൻ നിലമ്പൂർത്തേക്കിൽ ഇവിടെയുണ്ട്. ഇത് വില കുറവാണ്. ഇതിൻ്റെ കാലിൻ്റെ വണ്ണവും നിങ്ങൾക്ക് കാണുമ്പോഴൊക്കെ ഏകദേശം മനസ്സിലാക്കും. ഇത് ന്യൂനതയിൽ തന്നെ പണിതേക്കണം, മൊത്തം ന്യൂനത. ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ എത്ര വരും റേറ്റ്? നമുക്കൊരു 15 രൂപ വരും സ്റ്റാർട്ടിങ്. ഇപ്പൊ ഇരിക്കുന്നതിന് ഇത് 79,000 രൂപ വരും. അപ്പോൾ ഒന്നിൻ്റെ വരെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഫോമിനും ഇതുണ്ട്, വ്യത്യാസമുണ്ട്, ഇരിക്കുന്നതിനുണ്ട്. നല്ല ലാസ്റ്റിങ് പിടിക്കും. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റ് ആണ്. അല്ല, ഞാൻ പറയട്ടെ, ഇതിൻ്റെ 3 ഇരട്ടി തടീൻ്റെ അതില്ലേ. പിന്നെ അത് കാണുമ്പോൾ തന്നെ അറിയാലോ, അത് എടുത്ത് പറയേണ്ട കാര്യമില്ല, കാണുമ്പോൾ തന്നെ അറിയാം. അതിന്റെ വീതി കുറവുണ്ട്, നീളത്തിന് കുറവുണ്ട്. അപ്പോൾ അത് ക്വാളിറ്റിയിൽ നമ്പർ 1 ആണ്. ഇതിൽ നോ കോംപ്രമൈസ്. ഇതിൽ നമുക്ക് നിങ്ങൾ വാങ്ങിക്കുക, എത്ര കാലം ഉപയോഗിക്കുന്നു അത്ര കാലം ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾ അങ്ങനെയല്ല. ഇത് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇത് നിലമ്പൂർ തേക്കാണ്. നമ്മുടെ ഈ തേക്കിനെക്കുറിച്ച്, നമ്മുടെ ഈ കേരളത്തിലെ തേക്കിനെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ക്വാളിറ്റി നിലവാരം അറിയാം, വിദേശ രാജ്യമുള്ളത്. നമ്മുടെ ഈ തേക്കാണ് സൗദിയിലേക്ക് കൊണ്ടിട്ടുണ്ട്. ഏത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ തേക്ക്. അന്ന് അവർ മഹത്വപ്പെടുത്തി നമ്മുടെ ഈ തേക്കിനെ അവിടെ കൊണ്ടുണ്ട്. അതാണ് മക്കയിലെ കൗബയിൽ വരെ അവർ പള്ളി പണിയാൻ കൊണ്ടിട്ടുണ്ട് സാർ നമ്മുടെ നിലമ്പൂർ തേക്ക്. ഇതിപ്പോൾ എത്ര 5 സീറ്ററാ? ഇത് വരുമ്പോൾ 5 സീറ്റ്, 311 സെറ്റ്. ഓക്കെ. അപ്പോൾ ഇതിനെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞൊന്നുമില്ല. ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനല്ല. എൻ്റെ പൂർവികന്മാർ മുതൽ ഈ മേഖലകളിൽ നമ്മുടെ കമ്പനി സ്റ്റാർട്ടിങ് മുതൽ വർഷങ്ങളായിട്ട് കൊടുക്കുന്ന റേറ്റാണ്. അപ്പോൾ ഇതിന് ഗ്യാരണ്ടി പോലും പറയേണ്ട കാര്യമില്ല, നല്ലതിന് ഗ്യാരണ്ടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ക്വാളിറ്റി ഉണ്ട്, ഇതിന് വിലയുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. നിങ്ങൾ ഉപയോഗിച്ച് ന്യൂനത കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞാൽ എന്നെ വിളിച്ച് പറയും വേണ്ട. നിങ്ങളത് ക്ഷമിക്കുക, അതിനുള്ള വില മേടിച്ചിട്ടുള്ളൂ. കൊടുക്കണ കാശിനുള്ള അതിനുള്ള ദിവസം വരെ ഉപയോഗിക്കാം, അതുവരെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ നല്ലത് വേണമെങ്കിൽ നല്ലത്, കാലകാലം ഉപയോഗിക്കണമെങ്കിൽ നല്ലത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഈ ഫർണിച്ചർ രംഗത്തിൽ നിങ്ങൾ ക്വാളിറ്റിക്ക് മാത്രമേ കാര്യമുള്ളൂ, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഇത് ക്വാളിറ്റിയോ അതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് നല്ലത് എടുക്കണമെങ്കിൽ നല്ല വില വരും. അപ്പോൾ ഇതിനകത്ത് ഇനി വേണമെങ്കിൽ ഇതിന് വില കുറയ്ക്കാം, ഇതിന് മഹത്വം വേണമെങ്കിൽ കളയാൻ വേണ്ടി ഈ പകുതിയാക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പവർഫുൾ അങ്ങ് പോകും. അതായത് ഇതിനെ ഇനി രണ്ട് സെറ്റ് ഉണ്ടാക്കുന്ന തടി ഇതിനകത്തുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറയാം. ഇത് ചില ആശാരിമാർ ഇതിന് 3 സെറ്റ് ഉണ്ടാകും. ഞാൻ പറഞ്ഞതിൻ്റെ പൂർണ്ണ മനസ്സിലായോ? ആ ഒരു 3-ൽ 1 സെറ്റ് ഇതുള്ളൂ. ഇത് അല്ല, അതിനനുസരിച്ചിട്ടുള്ള വിലയുള്ളൂ അതിന്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് നിങ്ങൾ വിലയിരുത്തേണ്ടത്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു സെറ്റ് അവിടെ അതിന് വില കുറച്ച് കിട്ടും, ഇതിന് ഇത് കുറച്ച്, അങ്ങനെയല്ല. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് കഴിയും, ഉണ്ടാക്കി തരാൻ ഈ ആശാരിമാർക്ക് കഴിയും, അതായത് കമ്പനികൾക്ക് കഴിയും. അപ്പം എന്ത് സാധനത്തിനും ഒരു പ്രോബ്ലം ഉണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാര്യം പറയുകയാണ്, ഞാൻ ചില കാര്യങ്ങൾ ക്വാളിറ്റി വെച്ച് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഗുഡ് വില്ലിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞല്ലോ. ശരി, ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ന്യൂനതയും പറഞ്ഞു, ഇതിന്റെ നല്ലതും പറഞ്ഞു. നമ്മുടെ മുമ്പിൽ തന്നെ സാധനം ഉണ്ടായിരുന്നു. മോഡൽസ് ഒന്ന് നോക്കിയാൽ അവിടെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട്. ഇത് കുറെ വെറൈറ്റി ഉണ്ട്. പിന്നെ ഒരു കോർണർ പരിചയപ്പെടുത്താം. കോർണർ സോഫ. ഓ, കോർണർ അത് നന്നായില്ലേ? ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ? ആ, അല്ല ഇത് നന്നായിട്ടുണ്ട്. ബാക്കിൽ കുഷൻ ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ളത്. ഇതൊരു വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, വലിയ വിലയൊന്നുമില്ല. വിലയില്ലാന്ന് ഫീൽ ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ തിക്നെസ് ഇത്തിരി കുറവുണ്ട്. അവിടെ തിക്നെസ് കൂടുന്നുണ്ട്, വലിയ പ്രത്യേകത ഒന്നുമില്ല. അത് വർക്ക്, ഗ്രിൽ വർക്ക്. പിന്നെ തുണിയുടെ ഇതിന് ജൂട്ടാണ്, സ്പ്രിങ് ഇല്ല.
ഇതിന് സ്പ്രിങ് വെച്ച് പണിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ട് നിൽക്കില്ല. ആ ഇതിൻ്റെ വില പറയാം. സിമ്പിൾ വിലയുള്ളൂ, 25,000 രൂപ കോർണർ സോഫയ്ക്ക്. കോർണർ സോഫ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് 17,500 പണിയാം. ഇനി ഇത് നിങ്ങൾക്ക് 80 രൂപയ്ക്കും പണിയാം. 80 രൂപയ്ക്ക് പണിയുമ്പോൾ ഈ ലെവൽ അങ്ങ് മാറും. തടിയുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതിന് 25 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് ലോകാവസാന ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തരാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ 10 വർഷം കഴിഞ്ഞ് കാണണം. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, അത്യാവശ്യം കിടക്കും. നിങ്ങൾ 25 രൂപ ഇത് മുടക്കിയിട്ടുണ്ടോ, നിങ്ങൾക്ക് അതിനുള്ള ഗുണം ചെയ്തിരിക്കും. പിന്നെ ഒരു ബെഞ്ച് കാണിക്കുക, ഒന്ന് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. അതവിടെ ഇരുന്ന് പറഞ്ഞേ എത്രയാ റേറ്റ്? ഇത് 18,900. ഞാൻ വേണി ഇത് 7,000 രൂപയ്ക്ക് ഉണ്ടാക്കി തരാം. അപ്പൊ ഇതിന്റെ ഈ ഡിസ്റ്റൻസ് കുറയും? അങ്ങനെയല്ല, തടിയുടെ ക്വാളിറ്റി കുറയും. തടിയുടെ ക്വാളിറ്റിയും കുറയും. പിന്നെ ഈ അടുപ്പിച്ചടുത്ത് ഒന്ന് ഇരുന്ന് നോക്കി, ഡിസ്റ്റൻസും കുറയും. ഇരിക്കുന്നതിന്റെ സെറ്റപ്പ് നോക്ക്. ഈ പണ്ടത്തെ ഇരിക്കുമ്പോൾ മുഷിപ്പുണ്ടാവില്ല. ഇല്ല ഇല്ല, നല്ല സൗകര്യം. ആ അപ്പോൾ അതിന് നമുക്ക് റേറ്റ് ഉള്ള സാധനമാണ്. നമുക്ക് വിലയുള്ള ഇതിൻ്റെ 2 ക്വാളിറ്റിയിൽ പണം തരാൻ പറ്റും. ഇതൊരു വെറൈറ്റിയാണ്, നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ചേക്കണം. ആ അതല്ലേ, അതും അത്യാവശ്യം റേറ്റ് ഉണ്ട് അല്ലേ? ഇത് ശരിക്കും ഇങ്ങോട്ട് എടുത്ത് കാണിക്കണം. ഇത് ഇച്ചിരി സെറ്റപ്പ് ഉള്ള സാധനം. ഓക്കെ, ഇത് നിലമ്പൂർ തേക്കാണ്. ഇത് ഫുള്ള് നിലമ്പൂർ തേക്കിലേത്. ഇതിൻ്റെ പണി നല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പണിയാണ്. നമ്മുടെ പുതിയ ആശാരി ചെയ്ത പണിയാണ്. നന്നായിട്ടുണ്ട്. പണ്ടത്തെ ഒരു മോഡല് സ്റ്റൈലിൽ വന്നിട്ടുള്ളത് അതും അടിപൊളിയായിട്ടുണ്ട്. ഇതിന് എത്ര? 79. ഇത് 79,000 വരും. ആ, ഇത് മെറ്റീരിയൽ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും പറയാം. ഇതൊക്കെ ഇപ്പോൾ പുതിയ ഇത് നിങ്ങൾക്ക് ഈ വിലയുടെ ക്വാളിറ്റിയിൽ എടുക്കാം. നിങ്ങൾക്ക് ഇത് 40 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ 40 രൂപയ്ക്ക് ഉണ്ടാക്കി തരാം. 35 രൂപയ്ക്കാണ് നിങ്ങൾക്ക്, അതായത് 35 രൂപയ്ക്ക് ഉണ്ടാക്കി തരാം. ഇതിന്റെ 10 രൂപ കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് കിട്ടൂട്ടാ. ആ, അത് വേറെ ലെവല്. അത് വേറെ ലെവല്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലിവിങ് റൂമൊക്കെ ലെവലാ മാറുന്നുള്ളതാ. അതെ, ക്വാളിറ്റി സെറ്റപ്പാണ്. ഒരു ക്വാളിറ്റി സെറ്റ്. എന്നാൽ ഈ കാണുന്ന സോഫാസ് അല്ല കേട്ടോ. ഇനി ശരിക്കുള്ള നമ്മുടെ കടയുടെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ മോളിന്ന് ഇതാണ് ഇവരുടെ ശരിക്കുള്ള കടയുടെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. ഒന്നുമല്ല, ശരിക്കും വെയർ ഹൗസ് ഉണ്ട്. കിങ് വേൾഡിന്റെ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഏത് ഷോപ്പിൽ ചെന്നാലും ഇതിനേക്കാൾ ഡിഫറൻസ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുണ്ട്. പിന്നെ സ്റ്റോക്കും ഉണ്ട്. സ്റ്റോക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഇതൊന്നൊന്നുമല്ല, അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് വെയർ ഹൗസ് വേറെയുണ്ട്. പോരാത്തിന് വീട്ടിലും നിറച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോക്ക് നമുക്ക് നിങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത ഓഫറിലേക്ക് പോയാലോ? ഓക്കെ, ഒരു സ്പെഷ്യൽ ഓഫർ പറഞ്ഞു നമുക്ക് പോകാം. എല്ലാം പ്രാവശ്യം വരുമ്പോൾ നമുക്കൊരു ഓഫർ ഇവിടെ ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ ഇടുക. ഇതിനൊക്കെ 849 രൂപ. ഗുഡ് ഡേയുടെ കാസറോള് 100 രൂപ. ഇതിനാ 100 രൂപ. അപ്പോൾ പക്ഷേ ഇത് മേടിക്കണമെങ്കിൽ നേരിട്ട് വരണം. നേരിട്ട് പറഞ്ഞാൽ ഇത് ഓർഡർ ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ വന്നെടുക്കണം. ഒരു സെക്ഷൻ അങ്ങനെ. ഇത് 4,730 രൂപയുടെ VDM മിക്സി മായ സുപ്രീം 5 വർഷം ഗ്യാരണ്ടി, 1,250 രൂപ. ഇപ്പൊ കൊണ്ടുപോവാം. പിന്നെ അടുത്ത ഓഫർ ഇത് ഇഡ്ലി ചെമ്പ, ഇഡ്ലി കുക്കർ 1925 രൂപ. ഇഡ്ലി ചെമ്പ് 100 രൂപ. ഓഫർ പറഞ്ഞാൽ കൊണ്ടുപോകാം, 100 രൂപ. പ്രസ്റ്റീജിൻ്റെ കെറ്റിൽ 1445 രൂപ, 100 രൂപ. അപ്പച്ചട്ടി 845 രൂപ, 100 രൂപ. ഇതൊരു സ്പെഷ്യൽ ഓഫറാണ് കിങ് വേൾഡിൻ്റെ. ഇത് മേടിക്കണമെങ്കിൽ എന്താ ഫർണിച്ചർ മേടിക്കണം എന്ന് നിർബന്ധം? ഇത് വന്ന് ഫർണിച്ചർ മേടിക്കണമെന്നില്ല. ഇത് വരിക, വന്ന് മേടിക്കുക. ഇതിന് ഫർണിച്ചർ മേടിക്കുന്നത് ഒരു നിബന്ധനകളൊന്നുമില്ല. നിങ്ങൾക്ക് വരിക, വാങ്ങിക്കാൻ പോവുക. പക്ഷെ കൊറിയർ അയക്കാൻ പറയരുത്. ഇത് ഓർഡറൊന്നും ചെയ്യണ്ട, ഇവിടെ വരിക, എടുക്കുക. 1,790 രൂപയുടെ കേക്ക് ഉണ്ടാക്കുന്നത് അല്ലേ മിഷൻ അല്ലേ? 100 രൂപ. ഹാൻഡ് മിക്സർ. മിസ്റ്റർ ലൈറ്റിൻ്റെ 990 രൂപയുടെ അയൺ ബോക്സ് 2 കൊല്ലം ഗ്യാരണ്ടി, 100 രൂപ. ഇതൊരു സ്പെഷ്യൽ ഓഫറാണ്. ഇത് ഒരു ഇന്ന് മുതൽ കുക്കർ കൊണ്ടുണ്ട് 1,390 രൂപയുടെ കുക്കർ, 100 രൂപ. 100 രൂപ. പക്ഷെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് കൊണ്ടുപോകണം, എനിക്ക് തരൂല. അത് അർഹതപ്പെട്ട ആൾക്കാർക്ക് മാത്രമല്ല. വാങ്ങിക്കുക, ഇവിടെ വന്ന് ഫർണിച്ചർ വാങ്ങിക്കുന്നു, അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. ഇവിടെ വേറെ വന്നിട്ട് കണ്ടീഷൻ അതൊന്നുമില്ല. അപ്പം സ്റ്റോക്ക് തീരും വരെ മാത്രം. പെട്ടെന്ന് വന്ന് എടുക്കുക. ആദ്യം വരുന്ന ഇത്ര ആൾക്കാർക്ക് കിട്ടിയില്ലെന്ന് ആരും പറയരുത്. മറ്റേതൊക്കെ 100 പൈസ 200 പൈസ കൊടുക്കാം. ഇത് ആദ്യം വന്ന് വന്നവർക്ക് എടുത്തോണ്ട് പോയിക്കൊള്ളുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫർണിച്ചറാണ്, ആ ഓഫറിലേക്ക് പോവാം. ഊണ് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് ആണോ? ഇതൊരു നല്ലൊരു ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് 3,990 ദിവാങ്കോട്ട്. തലോണിയും വേണ്ട, ഒന്നും വേണ്ട, സുഖമായിട്ട് ആ തല അങ്ങോട്ട് വെച്ച്. ഇതിനോട് ഒരു ചെണ്ടയും കൂടെ ഉണ്ട് കേട്ടോ.
അപ്പം അതും ഫ്രീയാണ്. അതും ഫ്രീ. ആ അത് ഓൾറെഡി ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് 3,990 ദിവാങ്കോട്ട് തരുക. ഫ്രീ ആയിട്ട് കൊണ്ടോക്കോ. പക്ഷെ 3,990 അടച്ചാൽ മതി. അതെ. അപ്പൊ ഇതില് ഡിസൈൻസും മോഡൽസ് ഒക്കെ ഉണ്ട്. എന്തോരം വേണി ഡിസൈൻ ഡിസൈൻസ് ഉണ്ട്. അതുപോലെ കാലിന്റെ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ മാറി മാറി അത് വരാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഇത് ബൾക്ക് അടിക്കും. നമ്മൾ ബൾക്ക് അടിക്കുമ്പോൾ നമുക്ക് ഒറ്റ ഡിസൈനിൽ പോവാം. മിഷൻ വർക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡിസൈൻ അടിച്ചാൽ നമുക്ക് ഈ റേറ്റിൽ അടിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ തുണിയില് മാറ്റോ? തുണി നമ്മൾ കുറെ വെറൈറ്റി തുണികളുണ്ടാവും. അല്ലാതെ ഇഷ്ടമുള്ള ചോദിച്ചാൽ തരാൻ പറ്റില്ല. ഇത്രയെല്ലാം റേറ്റ് വരണല്ലോ 3,990. അതൊക്കെ അങ്ങനെ സാധിക്കും. പിന്നെ ഒരു എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു ഓഫർ ഒന്നുകൂടി പറഞ്ഞത് 2,990 രൂപയ്ക്ക് ഡബിൾ കോട്ട് കട്ടില് വിത്ത് 10 ഇയർ വാറണ്ടി. അത് എപ്പോഴും പറയണതാ. ഒന്നുകൂടി കേൾക്കാൻ നല്ല സുഖമുണ്ട്. അതായത് ഡബിൾ കോട്ട് കട്ടില് വെറും 2,990 രൂപ, ഒപ്പം 10 ഇയർ വാറണ്ടി. അത് എപ്പോഴും ഉള്ളതാട്ടോ ഈ ഒരു ഓഫർ നമ്മൾ തരുവാണ്, നീട്ടിക്കൊണ്ട് പോവാണ്. ഇനി ഇത് കൊറിയർ അയക്കാൻ പറയായിരിക്കോ? ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാണ്. കുറെ പേര് വീണ്ടും വിളിക്കണം, നിങ്ങൾ ഡെലിവറി പറഞ്ഞല്ലേ ഡെലിവറി പറഞ്ഞു. ഈ 3,990 എനിക്ക് ഇവിടുന്ന് 5 കിലോമീറ്റർ പോലും 1 കിലോമീറ്റർ തരാം. നിങ്ങൾ വരിക വാങ്ങിക്കുക. അതെനിക്ക് കൊണ്ടുതരാൻ സാധ്യമല്ല. ബാക്കിയുള്ളത് എന്ത് വേണേലും നമുക്ക് ചെയ്യാം. കുറെ കസ്റ്റമർ പിന്നെ നിങ്ങൾ ഡെലിവറി പറഞ്ഞല്ലോ, ഡെലിവറി പറയുന്നത് നമുക്ക് മറ്റു കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഡെലിവറി തരാൻ അതിന്റെ പുറകെ പോകാൻ പോലും അതിനാളില്ല. ഇനി നമുക്ക് ഒരു സ്പ്രിംഗ് ബെഡിന്റെ ഒരു ഓഫർ കൂടി ഉണ്ടായിരുന്നല്ലോ. നമുക്ക് സ്പ്രിംഗ് ബെഡിന്റെ കാര്യം പറയാം. നമുക്ക് സ്പ്രിംഗ് ബെഡ് 50% ഓഫർ. സ്പ്രിംഗ് ബെഡ് ഏതെടുത്താലും ഏത് സൈസ് എടുത്താലും എല്ലാ സ്ഥലത്തും 50 അല്ലേ? നമുക്കൊരു ചേഞ്ച് വരുത്താം. എന്ത് ചേഞ്ച് വരുത്തണ്ടേ? ചേഞ്ച് അറുപതാക്കിക്കോ. ഒപ്പം ഒരു 2 ഡോർ അലമാര ഫ്രീ. അത് അതിനേക്കാളും ഗംഭീര ഓഫറാ സ്പ്രിംഗ് ബെഡിന്. പക്ഷെ അത് ലിമിറ്റ് ഉണ്ട്, സമയമുണ്ട് കേട്ടോ. കാലം വെച്ചോട്ടും പോകാൻ പറ്റില്ല. അത് കിങ് വേൾഡിൻ്റെ ഒരു കുറച്ച് പരസ്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടി. അപ്പം ഫാമിലി കോട്ട് സ്പ്രിംഗ് ബെഡ് ഫ്ലാറ്റ് 50%, 2 ഡോർ അലമാര ഫ്രീ പോരെ. അപ്പൊ ഇനി കസ്റ്റമേഴ്സ് കൊണ്ട് തിരക്കുണ്ട്. ഇനി അവരെ ഒരു റിവ്യൂ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. ഒന്ന് തിരിഞ്ഞ് നോക്കട്ടെ. ഞാൻ ഈ മൈക്ക് കൊണ്ട് പോട്ടെ. നമ്മൾ ഇത്ര നേരം നിന്ന സ്ഥലമൊക്കെ പറയണം. കസ്റ്റമർ അങ്ങോട്ട് വരണ്ടേ? ഒന്ന് നിക്കല്ലേ, ഓടല്ലേ. നിങ്ങളുടെ ഭംഗിയാണ്ടിട്ട് വന്നതാണേ. ആദ്യം പറഞ്ഞെങ്കിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് വരായിരുന്നില്ലേ? എന്നാലേ എന്ത് പഠിക്കാനാ വന്നേ? കട്ടിലും ബെഡും മേടിക്കാൻ. കട്ടിലും ബെഡും മേടിക്കാനായിട്ട്. എങ്ങനെയുണ്ട് ഇവിടെ? സെലക്ഷൻ ഒക്കെ ഉണ്ടോ? സെലക്ഷൻ ഒക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടാ? വല്ലതും നോക്കി വെച്ചാ? നോക്കി സെറ്റാക്കിയാ? സെറ്റാക്കി. ഏതാ കിങ്ങാ ക്യൂണ ഫാമിലി? എന്തിനാ സംഭവം? ഫാമിലിക്കാണ്. ഇവിടെ അടുത്താണോ നിങ്ങളുടെ സ്ഥലം? അത് ഞാൻ എടുത്ത് പറയില്ല, അത് പറയാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഫർണിച്ചറിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. എവിടെ? ഇവിടെ അടുത്താണോ സ്ഥലം? എങ്ങനെയുണ്ട് കളക്ഷൻസും റേറ്റും ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ ഓഫറൊക്കെ പറയുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? വല്ല വീഡിയോസ് കണ്ടിട്ടില്ല അല്ലേ? ഓഫർ പറയുന്നുണ്ടോ വല്ലതും? അങ്ങനെ അദ്ദേഹം ബിസിയാണ്. എന്തായാലും ആൾക്ക് ഇഷ്ടപ്പെട്ടു ഓഫർ. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടിട്ടോ കൊണ്ടുവന്ന ഒരു മിനിറ്റ് ഒന്ന് പറയാൻ പറ്റും? അപ്പൊ എന്തായാലും അവര് ബിസിയാണ്. എന്തായാലും നമുക്ക് അങ്ങനെ എടുക്കാണ്. ഒരു 10-20 കസ്റ്റമർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, നമ്മുടെ ഈ കസ്റ്റമർ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ സ്ഥലം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിച്ചല്ലോ. കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കാം. അവര് ഫോണിലല്ലേ? ഓക്കെ. നമുക്ക് ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ. എവിടെ നിന്നോ? ഓക്കെ. ന്യൂമാൻ കോളേജ് റോഡ്. എവിടെ? ഇത് തൊടുപുഴയാണ് സ്ഥലം. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വഴിതെറ്റിപ്പോയി മൂവാറ്റിൽ പോയി കറങ്ങിയടിച്ചു. അയാൾ ഒരു ദിവസം അങ്ങനെ പോയി. പിറ്റേ ദിവസം എൻ്റെ ഫോണിൽ വിളിച്ചു. ഫോൺ നമ്പർ വീട്ടിൽ ചെന്ന് വിളിക്കേണ്ടി വന്നു. പിറ്റേ ദിവസം അയാൾ വന്നു. നല്ലൊരു എമൗണ്ട് സാധനമൊക്കെ എടുത്തിട്ടാണ് പോയി. വളരെ ഹാപ്പി ആയിട്ട് അദ്ദേഹം പോയി. അപ്പോൾ ഇനി തെറ്റായിരിക്കാൻ വേണ്ടി നമുക്ക് പറയാം, നമ്മുടെ സ്ഥലം തൊടുപുഴയാണ്. ന്യൂമാൻ കോളേജ് റോഡാണ്. വിമല പബ്ലിക് സ്കൂൾ, അതായത് തൊടുപുഴയിലെ വിമല പബ്ലിക് സ്കൂളാണ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന് നേരെ എതിർവശത്ത് കിങ് വേൾഡ് ഫർണിച്ചർ, ഒരേ ഒരു രാജാവ്. എന്റെ ഡയലോഗ് അങ്ങനെ തൽക്കാലം എടുത്തുന്നുള്ളൂ. ശരി, കുറച്ച് നേരത്തേക്ക് 2 മിനിറ്റ്. ഓക്കെ. അപ്പൊ ലൊക്കേഷൻ മനസ്സിലായില്ലേ? ഇത് കൂടാണ്ട് നമുക്ക് നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ വീഡിയോ കോൾ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. എപ്പോൾ വന്നാലും ഈ സ്റ്റോക്കിംഗ് തീരുന്നില്ല. പുതിയത് ഇങ്ങനെ വെറൈറ്റീസ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മോഡൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഷോപ്പിന്റെ സമയം നമുക്ക് ഞായറാഴ്ച ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. അവധി എന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പം അത് 9 മണി എന്നുള്ള, ചിലപ്പം കസ്റ്റമർ എന്നാൽ 10 മണിയായി നിൽക്കും. ആ കസ്റ്റമറിന് 2 മണി രാത്രി വരെ നിൽക്കുകയാണെങ്കിലും നമ്മളിവിടെ ആളുകൾ സജ്ജമാണ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിനെല്ലാം അപ്പുറത്തേക്ക് എന്താ വേണ്ടത്? പിന്നെ EMI അവൈലബിൾ ആണ്. ഓൾ കേരള EMI അവൈലബിൾ ആണ്. ഓൾ കേരള ഡെലിവറി ഉണ്ട്. ഈ ഡെലിവറി പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ 2,990, 3,990 ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡെലിവറി ചോദിക്കരുത്. ഇല്ല, അത് നിങ്ങളിവിടെ വരിക, കൊടുക്കാനുണ്ടാവും.
ഓഫർ പറഞ്ഞിട്ട് ഇവിടെ ഇല്ലാത്തൊരു സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വിമർശനം പറയുന്നവരോട് ഒരു കാര്യം പറയാണ്, ഓഫർ പറയുന്നത് ഇവിടെ ഉണ്ടാവും. ഞാൻ പറയുന്ന ഓഫർ ഇവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആർക്കും കിട്ടാതിരിക്കില്ല. സ്റ്റോക്ക് തീർന്നാൽ ബുക്കിംഗ് തന്നേരെ സാധനം തരാം. ഓക്കെ, ഡേറ്റ് പറയും, ഡേറ്റ് തരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലത്തെ വിശേഷങ്ങൾ. അടുത്ത ഓഫറായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.